السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. اللهم لا سهل إلا ما جعلته سهلا وأنت تجعل الحزن إذا شئت سهلا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. الحمد لله. നമ്മൾ പരിശുദ്ധ ഖുർആന്റെ രണ്ടാമത്തെ ജുസ് കംപ്ലീറ്റ് ചെയ്തു. സൂറത്ത് ബക്കറയിലെ 252 ആയത്ത് വരെ കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് ജുസ് 3 സ്റ്റാർട്ടിംഗ് ആണ് ഇൻഷാ അല്ലാഹ്. الحمدلله الحمد لله حمدا كثيرا طيبا مباركا فيه. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ശരിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. കാരണം അത്രക്ക് സുബ്ഹാനല്ലാഹ് ഖുർആനെ വെറും ഓതാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജസ്റ്റ് അർത്ഥങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രം ഈ കണക്ഷൻ ആക്കി വെച്ചിരുന്ന ആളുകളായിരുന്നു നമ്മൾ. പക്ഷേ ഖുർആന്റെ ഒരു ലെവലും കൂടെ ആഴത്തിലേക്ക് എന്താണ് ഖുർആൻ നമ്മളോട് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖുർആൻ കൊണ്ട് മാറ്റം വരുത്തേണ്ടത് എന്നുള്ള ആ ഒരു ചിന്ത തന്നെ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി നമ്മളെ തെരഞ്ഞെടുത്തതാണ്. അൽഹംദുലില്ലാഹ്. നമ്മളൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ. നമുക്ക് നമ്മളുടെ ഈ വഴിയിൽ എന്തായാലും ഒരുപാട് ടെസ്റ്റുകൾ വരും ഇതുവരെയുള്ള യാത്രയിൽ എത്തിയവർക്കറിയാം. പല സമയത്ത് ഇല്ല ഇതിനി പറ്റൂല, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂല എന്നുള്ള രീതിയിലുള്ള പരീക്ഷണങ്ങളും പല രീതിയിലുള്ള ടെംപ്റ്റേഷൻസും ഒക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു നമ്മളെല്ലാവരെയും അതിൽ നിന്നെല്ലാം സംരക്ഷിക്കട്ടെ. ഇത് ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അതിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാനും അതിന്റെ ലെസൺസ് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനുമുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും തരട്ടെ. ആമീൻ. ഇസ്തിഖാമത്തോടു കൂടി തുടരാനുള്ള സഹായം അല്ലാഹുവിന്റെ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ. ആമീൻ. മാത്രമല്ല ഇത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട അതിന് ഒരു ഹിദായത്ത് എങ്ങനെ എപ്പോ ആരിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്നുള്ള ആ ഹിദായത്ത്, ആ ഒരു ഗൈഡൻസ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിലേക്ക് എത്തിക്കട്ടെ. കാരണം ഖുർആനാണ്, അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ്. വളരെ സിമ്പിൾ ആണ് ഖുർആൻ. ഇതുപോലെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത് പോലെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഹിദായത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തരട്ടെ. എല്ലാവർക്കും. കാരണം നമ്മളുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇത്. അള്ളാഹു നമ്മളിൽ നിന്നെല്ലാം ഇത് ഒരു ഖനം തോന്നുന്ന അവന്റെ തുലാസിൽ ഖനം തോന്നുന്ന ഒരു സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുകയും ചെയ്യട്ടെ. ആമീൻ. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പുതിയ ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം തുടക്കത്തിൽ അവർക്ക് വേണ്ടി ഒരു ഇൻട്രൊഡക്ഷൻ ചെറുതായിട്ട് ഒരാവശ്യമാണെന്ന് തോന്നി. കാരണം പഴയ ആൾക്കാർക്ക് എല്ലാം അറിയാം ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നൊക്കെ. പുതിയ ആൾക്കാർക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ടാവും അവരുടെ ഉള്ളിൽ. അപ്പൊ ചെറുതായിട്ട് ഒരു ഇൻട്രോ തന്നിട്ട് തുടങ്ങാന്ന് വിചാരിക്കുകയാണ്. ഇവിടെ നമ്മൾ സുബ്ഹാനല്ലാഹ് ഖുർആൻ ഫോർ ഓൾ, അതാണ് നമ്മുടെ മെയിൻ മോട്ടോ തന്നെ. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഖുർആൻ. കാരണം ഖുർആൻ ഒരു പക്ഷെ എല്ലാവർക്കും വേണ്ടി എന്ന് പറയുമ്പോൾ അത് ഓതാനുള്ള എങ്ങനെയാ ഓതണ്ടേ, എത്ര ഖത്തം തീർക്കണം, തജ്വീദ് എന്താണ്, അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു തഫ്സീർ വായിച്ചു പോകുന്നതിലുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ നമുക്കറിയാം ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹിദായത്തിന് വേണ്ടിയിട്ട് നമ്മളെ സഹായത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാരുണ്യമായിട്ട് ഇറക്കിയിട്ടുള്ളതാണ്. എന്നാൽ ഖുർആനിലാണെങ്കിൽ ഒരുപാട് പ്രോമിസുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിട്ടുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം എടുത്തു പറയണം. ഖുർആനിൽ പലതവണ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ഒരു കാര്യമാണ് ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. നിങ്ങൾക്ക് യാതൊരു ഭയവുമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട കാര്യവുമില്ല. സുബ്ഹാനല്ലാഹ്. അത്രയും ഖുർആനിൽ അത് അത്രയും പ്രാവശ്യം തിരിച്ചും മറിച്ചും പറഞ്ഞിട്ടും ഇവിടെ ആരെങ്കിലും ഒരു ഭയവും ഇല്ലാതെ ഒരു വിഷമവും ഇല്ലാതെ ജീവിക്കുന്ന ആളുകളുണ്ടോ? എല്ലാവർക്കും പ്രശ്നങ്ങളാണ്, ഭയമാണ്, പ്രയാസങ്ങളാണ്, പരീക്ഷണങ്ങളാണ്. ഒന്നിനും പരിഹാരം ഇല്ല. തീരാത്ത പ്രശ്നങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ് നമ്മൾ ഈ ഖുർആന്റെ ആളുകളായ മുസ്ലിങ്ങളായ വിശ്വാസികളായ നമ്മൾ തന്നെ. സുബ്ഹാനല്ലാഹ്. അപ്പം എവിടെയാണ് ഖുർആൻ എന്തായാലും തെറ്റൂലല്ലോ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാമല്ലേ. അപ്പൊ എവിടെയാണ് നമുക്ക് തെറ്റിയത്? നമ്മൾ എന്തോ ഖുർആൻ പറഞ്ഞ അതായത് ഭയവും വിഷമവും ഉണ്ടാവാതിരിക്കാൻ ഖുർആൻ പറഞ്ഞ എന്തോ ഒരു കാരണമുണ്ട് നമ്മൾ ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ എത്തേണ്ട എന്തോ ഒരു അവസ്ഥയുണ്ട്, അതിലേക്ക് നമ്മൾ എത്താത്തത് കൊണ്ടായിരിക്കാം. അപ്പം ആ ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഖുർആൻ പ്രോമിസ് ചെയ്ത പല കാര്യങ്ങളും നമുക്ക് ഭൂമിയിൽ തന്നെ സുബ്ഹാനല്ലാഹ്
ഭൂമിയിൽ തന്നെ നമ്മുടെ ഹൃദയത്തിനകത്തുള്ള സ്വർഗം എൻജോയ് ചെയ്ത് കഴിഞ്ഞാലേ ആഖിറത്തിലെ സ്വർഗത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഭൂമിയിലെ സ്വർഗം തന്നെ അൽഹംദുലില്ലാ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരാണ് ഇവിടെ ഒരുപക്ഷെ പഴയ ആളുകൾ എന്ന് നമ്മൾ വിളിക്കുന്ന ജുസു 1 മുതലേ നമ്മുടെ കൂടെയുള്ള ആൾക്കാരും. നിങ്ങൾക്ക് പേഴ്സണലി വേണമെങ്കിൽ അവരുടെ അടുത്തൊക്കെ ചോദിക്കാം, ശരിക്കും ഈ പറയുന്നത് സത്യമാണോ? ഹൃദയത്തിനകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അല്ലെ, അത് ഇവിടെ അനുഭവിക്കുന്ന ആൾക്കാരാണോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പം ഈ ഖുർആൻ ഫോർ ഓൾ എന്ന് പറയുന്ന, ഖുർആൻ എല്ലാവർക്കുമായിട്ട് എന്ന് പറയുന്ന ഈ ഒരു ജേർണിക്ക് ഒരു പ്രീ റിക്വസിറ്റും ഇല്ല. അതായത് നിങ്ങൾ ഇന്ന കാര്യം അറിയുന്ന ആൾക്കാരായിരിക്കണം, ഇന്നത് പഠിച്ചിട്ടുണ്ടായിരിക്കണം, ഇത്ര ജുസ് ഹിഫ്ള് ഉണ്ടായിരിക്കണം, ഈവൻ അറബി വായിക്കാൻ അറിയണമെന്ന് പോലും നിർബന്ധം പറഞ്ഞില്ല. ഇത് എല്ലാവർക്കും ഉള്ളതാണ്. ഈവൻ ഒരു മുസ്ലിമിനെ നിങ്ങൾക്ക് ഈ ക്ലാസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിലും കൊണ്ടുവരാം. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പക്ഷെ മുസ്ലിമിന് ഖുർആന്റെ പ്രത്യേകതകളും ഖുർആൻ അറിഞ്ഞ അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയ സ്വർഗത്തിലെത്തേണ്ട കാര്യങ്ങളും ഒന്നും അവർക്ക് അറിയില്ലായിരിക്കും. പക്ഷേ ഒരു അമുസ്ലിമിന് പോലും അത് എങ്ങനെ ആപ്ലിക്കബിൾ ആവുന്നതെന്ന് വെച്ചാൽ, നമ്മൾക്ക് ആർക്കെങ്കിലും, ഞാനിപ്പോ കുറച്ച് നേരത്തെ പറഞ്ഞ പോലെ, ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാത്ത ആൾക്കാർ ആരെങ്കിലും ഇവിടെയുണ്ടോ? ആരുമില്ല അല്ലെ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം നമ്മളടുത്ത് പറയണം, നിങ്ങൾക്ക് ഇന്ന പ്രശ്നമുണ്ടോ, നീ അവിടെ പോയി നോക്ക്, അല്ലെങ്കിൽ ഇന്ന ആളടുത്ത് ചെന്ന് നോക്ക്, അതിന് നിന്റെ പരിഹാരം എന്താന്ന് വെച്ചാൽ നമ്മൾ മുട്ടി നിൽക്കുന്ന സമയത്ത് അവിടെ ചെല്ലും അല്ലെ. അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഷുവറായിട്ടുള്ള ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാ അത് മിസ്സാക്കാൻ തയ്യാറാവുക അല്ലെ? നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അതിന് പിന്നെ ജാതിയും മതവും ഒന്നും ഇല്ലല്ലേ, എല്ലാവർക്കും പ്രശ്നങ്ങളുള്ളവരാണ്. അപ്പം പരിഹാരം ഇവിടെയുണ്ട്. ആണോ? ഏറ്റവും ചുരുങ്ങിയത് നമ്മളുടെ പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്ക് എത്തിക്കേണ്ട രീതി ഇത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളെ പ്രശ്നങ്ങളുടെയൊക്കെ പരിഹാരം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്തേക്കാണ് അല്ലെ. എന്നാൽ അള്ളാഹുവിന്റെ അടുത്തേക്ക് നമുക്കില്ലേ ഒരു വലിവ് അല്ലെ, അങ്ങോട്ട് വലിച്ചിട്ട് എത്താത്ത ഒരവസ്ഥകൾ നമുക്കുണ്ട്. അപ്പം അതെങ്ങനെയാണ് ഈസി ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടുത്ത് നമ്മുടെ പ്രശ്നം കൊണ്ട് പോകുന്നത്, പരിഹരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് ഖുർആന്റെ ആഴങ്ങൾ. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങളൊന്ന് ഇവിടെയുള്ള പലരിടത്തും പഴയ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചോക്കെ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഏരിയ, ഏതെങ്കിലും നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഏരിയ പോലും ഖുർആൻ ടച്ച് ചെയ്യുന്നുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മുടെയൊക്കെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള, അല്ലെങ്കിൽ നമ്മളൊക്കെ ജീവിതത്തിന്റെ പല 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 നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഭാഗങ്ങളെ പോലും ടച്ച് ചെയ്തിട്ടാണ് ഖുർആൻ പോകുന്നത്. അത്രയ്ക്ക് കോംപ്രിഹെൻസീവ് ആയിട്ട്, കംപ്ലീറ്റ് ആയിട്ട് നമ്മളെ കവർ ചെയ്യുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. സുബ്ഹാനല്ലാഹ്. എല്ലാത്തിനും പരിഹാരമുണ്ട്. പരിഹാരം ഉണ്ടെന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു പരിഹാരം ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ളതുണ്ടോന്ന് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കി ഇവിടെ കേട്ട ആളുകളുടെ അടുത്ത്. അതായത് ഇന്നത്തെ കാലത്ത് വർക്കൗട്ട് ആവാത്ത സൊല്യൂഷൻ ആണെന്ന് പറയുന്ന എന്തെങ്കിലും ഒരു പരിഹാരം എല്ലാവർക്കും എല്ലാ കാലത്തേക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസേ ഉള്ളൂ ഖുർആനിൽ. ഒരു ഇല്ലാത്ത ഒരു ഇൻസ്ട്രക്ഷൻ ഖുർആനിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഖുർആനിൽ നമ്മളെ അടുത്ത് ഒരുപാട് കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നുണ്ടല്ലേ, നിങ്ങൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം പറയുന്നു. ഒരു പക്ഷേ ഖുർആന്റെ ഈ ഒരു തീരത്തേക്ക് കാലെടുത്ത് വെക്കുന്നതിന് മുമ്പ് പലതും നമ്മളൊക്കെ ചെയ്യുന്നുണ്ടാവും. എന്നാലും നമുക്കൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു. ഇതെങ്ങനെയാണ് വലിച്ചപ്പുറത്തിടാൻ അല്ലെ. ഇപ്പോഴും നമ്മളൊക്കെ പലതും അതുപോലെ സ്റ്റക്കായി നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആ പറഞ്ഞ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളടുത്ത് ചെയ്യാൻ പറഞ്ഞ ഓരോ കാര്യത്തിന്റെ പിന്നിലും ഒരു ഹിക്മത്ത് ഉണ്ടെന്ന് അറിയുമ്പോൾ സുബ്ഹാനല്ലാഹ് അല്ലെ, അതിനൊക്കെ പിന്നിൽ ഒരു ഭംഗിയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോ നമുക്ക് ഭയങ്കര എളുപ്പമാണ് എല്ലാ കാര്യങ്ങളും. അതുകൊണ്ട് ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു തആല ഹിക്മത്ത് എക്സ്പ്ലെയിൻ ചെയ്യാത്ത ഒരു ഇൻസ്ട്രക്ഷനും നമുക്ക് തന്നിട്ടില്ല. ഇനി അഥവാ നമുക്ക് അത് എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ഡെഫിഷ്യൻസി ആയിരിക്കും, നമ്മൾ അങ്ങോട്ട് എത്താത്തത് കൊണ്ടായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ഒന്ന് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അത് മനസ്സിലാക്കാൻ. ഒരു പ്രതീക്ഷയില്ലാത്ത ഒരു ആയത്ത്, അതായത് പൊതുവെ നമ്മളൊക്കെ അല്ലെ ജീവിതത്തിന്റെ ആ ഒരു തിരക്കുകളിലും പ്രശ്നങ്ങളിലും പല സമയത്തും നിരാശയുടെ ഒരു പോയിന്റില് സ്റ്റക്കായി നിൽക്കുന്ന പല പോയിന്റ്സും ഓൾമോസ്റ്റ് ഡെയിലി തന്നെ ഫേസ് ചെയ്യുന്ന ആളുകളാണ്. ഇനി എന്താക്കും, അല്ലെങ്കിൽ ഇത് എന്താവും എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ ഖുർആനിൽ ഏതെങ്കിലും ഒരു ആയത്ത് പ്രതീക്ഷ തരാത്ത, നിരാശ തരുന്ന ഒരു ആയത്ത് സുബ്ഹാനല്ലാഹ് ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇത് എല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. അതിന് ഒരു പ്രീ റിക്വസ്റ്റും ഇല്ല. നിങ്ങൾ ഇന്നതായിരിക്കണം, അതായിരിക്കണം, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇന്നത് ഉണ്ടായിരിക്കണം, നിങ്ങൾ ഇന്നത് പഠിച്ചിരിക്കണം, ഒന്നും വേണ്ട. ഞാനീ പറയുന്ന മലയാളത്തിൽ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ അൽഹംദുലില്ലാഹ് നിങ്ങൾ ഇവിടെ ഫിറ്റ് ആണ്. അതുകൊണ്ട് ഒരു ശ്രമം നടത്തി നോക്കുക. പുതിയ ആൾക്കാർ പ്രത്യേകിച്ച്, പഴയ ആൾക്കാർ അത് മനസ്സിലാക്കിയ ആൾക്കാരെ വിട്ടുപോകാൻ അവരെ കൊണ്ട് പറ്റുന്നതും അവർ വിട്ടുപോകില്ല. പക്ഷെ പുതിയ ആൾക്കാർക്ക് ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് വിട്ടുപോകാനുള്ള റീസൺസ് എന്തായാലും വരും. അതും ഈ ഒരു യാത്രയുടെ നേച്ചറിൽ പെട്ടതാണ്.
ഓക്കെ. അപ്പം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ പറയാം. നമ്മൾ ഇപ്പം ജുസ് 1ഉം 2ഉം സ്വാഭാവികമായിട്ട് ഞാൻ എന്ത് പഠിക്കേണ്ട, നിങ്ങൾ ഒന്നും പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇവിടെ മുതൽ മുന്നോട്ട് പോവാന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ, നമ്മളെല്ലാവരുടെയും ഉള്ളിൽ ആ ഒരു കംപ്ലീഷൻ പെർഫെക്ഷൻ സെൻസ് വരും. ഒന്നുമില്ലെങ്കിൽ ഇബ്ലീസ് ഇട്ട് തരും, ജുസ് 1ഉം 2ഉം പഠിക്കാണ്ട് 3 പഠിക്കുകയോ എന്നൊക്കെ ചോദിക്കാനൊക്കെ തോന്നും. ഒന്നും മൈൻഡ് ആക്കണ്ട. ഓക്കെ. 1ഉം 2ഉം പഠിക്കാൻ, അല്ലെങ്കിൽ അതിന് ഒന്ന് നമുക്കൊരു റിവിഷൻ ഓറിയന്റേഷനിൽ പോകാനുള്ള ഒരു പ്ലാൻ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ഇതൊന്നും ഒന്ന് ട്രാക്ക് കയറിക്കോട്ടെ, കാരണം എല്ലാം കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ നമ്മളൊരു തേർഡ് ജൂസിന്റെ ഒരു ആദ്യത്തെ ഒരു എക്സാം ഒക്കെ കഴിയുമ്പോഴേക്ക് 1ഉം 2ഉം റിവിഷൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ നമ്മൾ ഇതുപോലെ ഒരു ലൈവ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യും, റെക്കോർഡിങ്ങും തരും. അപ്പൊ നമുക്ക് 1ഉം 2ഉം എടുക്കാം. അപ്പൊ തൽക്കാലം നിങ്ങൾ 1ന്റെയും 2ന്റെയും ജുസ് 1ഉം 2ഉം മാറിനേക്ക്, നമുക്ക് ജുസ് 3ന്ന് മുന്നോട്ട് പോവാം. പിന്നെ നമുക്കിവിടെ എക്സാം ഉണ്ട്. അതാണ് എല്ലാവരുടെയും അടുത്ത ഒരു പ്രശ്നം. പഠിച്ചോനെ എക്സാം എന്ന് കേൾക്കുമ്പോൾ പേടിയല്ലേ. സോ ഇവിടുത്തെ എക്സാം ഭയങ്കര എൻജോയ്മെന്റ്. നിങ്ങളൊന്ന് ചോദിച്ചു നോക്കും മറ്റുള്ളവരുടെ അടുത്ത്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമാണ്. ഈവൻ എനിക്കും ഒക്കെ ഹെൽപ്പിന് വേണ്ടി മാത്രം. കാരണം ഇപ്പം ഇവിടെ നമുക്ക് ഒന്നിനും നിർബന്ധങ്ങളില്ല. നിങ്ങൾ ലൈവ് കേട്ടോ ഇല്ലേ ആരും ഒന്നും ചോദിക്കില്ല. കേട്ടില്ലെങ്കിലും പ്രശ്നമില്ല, നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നിൽക്കാം. എക്സാം എഴുതിയോ ഇല്ലേ ആരും ഒന്നും ചോദിക്കൂല. അപ്പം ഇങ്ങനെ ആരും ഒന്നും ചോദിക്കൂല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഓരോ തിരക്കിലൊക്കെ പെട്ട് മറന്നു പോകും അല്ലെ. എന്നാ പിന്നെ കേട്ടാ മതിയല്ലോ, ആരും ചോദിക്കാനില്ലല്ലോ. അങ്ങനെ പിന്നെ കേട്ട് അതങ്ങ് കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഒരു കറക്റ്റ് സമയത്തൊക്കെ ഇന്ന ഡേറ്റിനേക്ക് എക്സാം ഉണ്ടെന്ന് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ എക്സാമിന് വേണ്ട പോർഷൻസ് നമ്മളൊന്ന് കേട്ട് തീർക്കും അല്ലെ. അപ്പൊ മുമ്പൊക്കെ നമുക്ക് രണ്ട് ക്ലാസ്സിനായിരുന്നു എക്സാം, ഇനി 4 ക്ലാസ്സിനായിരിക്കും എക്സാം. അപ്പൊ ആ 2 ആഴ്ചന്റെ ഉള്ളിൽ ഒരു 4 ക്ലാസ് കേൾക്കാന്ന് വെച്ചാൽ 2 ആഴ്ചയിൽ ഒരു ദിവസത്തിൽ 24 മണിക്കൂറുണ്ട്. 24 × 14 നിങ്ങളൊന്ന് ഗുണിച്ചു നോക്ക്. അതിനകത്തൊരു 4 മണിക്കൂറെങ്കിലും നിങ്ങൾക്ക് എടുക്കാനില്ല എന്നുണ്ടെങ്കിൽ അത് വെറും ലെയിം എക്സ്ക്യൂസ് അല്ലെ. എന്തെന്നെ ചെയ്യുകയാണെങ്കിലും ഖുർആനെ കുറിച്ച് ഒരു 4 മണിക്കൂർ 2 ആഴ്ചയിൽ നിങ്ങൾക്ക് എടുക്കാനില്ല എന്ന് വെച്ചാലും എക്സാം എഴുതാൻ 5 മിനിറ്റ് തികച്ചും വേണ്ട കേട്ടോ. അപ്പം അതെന്തായാലും നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ എക്സാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ളതാണ്, നിങ്ങൾ ബ്രേക്ക് ചെയ്യാനുള്ളതല്ല, നിങ്ങൾ ഇതിൽ നിന്ന് ഓടിച്ചു വിടാനുള്ള ഒരു കാര്യമേ അല്ല എക്സാം. ഓക്കെ. അപ്പം എക്സാം ഹെൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണെന്ന് മനസ്സിലാക്കുക. പിന്നെ കുറച്ചൊരു ഗ്രാമർ കാര്യങ്ങൾ, റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ നമ്മളിവിടെ പറയുന്നുണ്ടാവും. ഓക്കെ. അതും അവിടെയും ഈ പറഞ്ഞ പോലെ നിർബന്ധങ്ങളില്ല. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ വിട്ടേക്കുക. റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുമ്പോൾ സുബ്ഹാനല്ലാഹ്, ശരിക്കും റൂട്ട് ലെറ്റേഴ്സ് ആണ് ഈ യാത്രേനെ ഭംഗി കൂട്ടുന്നത്. അതായത് നമ്മൾ ഇവിടുന്ന് ഇതൊക്കെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ട് സ്വാഭാവികമായും നിങ്ങൾ അപ്പുറത്ത് ചെന്നിട്ടില്ലേ, നിങ്ങൾക്ക് തിലാവ ചെയ്യണം, ഖുർആൻ ഓതിയും മതിയോ, ഖുർആൻ ഓതണം, അതൊരു ഇബാദത്താണ് അല്ലെ. ഹിഫ്ള് ചെയ്യുന്നവർ ഹിഫ്ള് ചെയ്യും, നിസ്കാരത്തിൽ ഓതുന്നവർ ഓതണം. ഖുർആൻ പല രീതിയിൽ ഖുർആനുമായിട്ട് നമ്മൾ ഇതിന്റെ പുറത്ത് ബന്ധം സ്ഥാപിക്കുന്നവരാണ്. ഇപ്പൊ ഖുർആനിലെ വാക്കുകളിലൂടെ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മൾ ഒരു പക്ഷേ മുമ്പൊക്കെ അതിങ്ങനെ ഓതി പോയി എന്ന് വെച്ചാൽ അതിനകത്തുള്ള വാക്കുകളൊന്നുമായിട്ട് നമുക്കൊരു ബന്ധം ഉണ്ടായിരുന്നില്ല. പക്ഷെ റൂട്ട് ലെറ്റേഴ്സിന്റെ ആ ഒരു ഗ്രിപ്പ് നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാത്ത വാക്കുകൾ കാണുമ്പോഴും നിങ്ങൾക്ക് മനസ്സിലാവും. സുബ്ഹാനല്ലാഹ്, ശരിക്കും അറബിക്കിന്റെ ഗ്രാമർ ഒന്നും അറിയാത്ത ആളുകൾ പോലും സമ്മതിച്ചിട്ടുള്ള കാര്യമാണത്. റൂട്ട് ലെറ്റേഴ്സിനെ കുറിച്ച് ഒരു ഗ്രിപ്പ് നമ്മളെ കയ്യിൽ കിട്ടും. ആ ഗ്രിപ്പ് എങ്ങനെയാ കിട്ടുക? അത് കാലം എടുത്തിട്ട് പോകെ നിങ്ങൾ ഇങ്ങനെ ഇപ്പൊ കാണുന്ന എല്ലാ റൂട്ട് ലെറ്റേഴ്സും നിങ്ങൾ മനസ്സിലൊന്ന് ജസ്റ്റ് പറ്റുമെങ്കിൽ ബൈ ഹാർട്ട് ആക്കുക, അല്ലെങ്കിൽ ഒന്ന് നോക്കി പോവാം. വീണ്ടും ഞാൻ പറയും, പണ്ട് പറഞ്ഞ റൂട്ട് ലെറ്റേഴ്സ് ഒക്കെ അധികവും വീണ്ടും പറയാറുണ്ട് ക്ലാസ്സിൽ. വീണ്ടും കേൾക്കുമ്പോൾ നിങ്ങൾ സിസ്റ്റത്തിൽ അതങ്ങ് നിങ്ങൾ പോലും അറിയാതെ രജിസ്റ്റർ ആയിക്കോളും. അങ്ങനെ രജിസ്റ്റർ ആയി കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഏത് വാക്കുകൾ കാണുമ്പോഴും ഇതിന്റെ റൂട്ട് ഇന്നതാണ്, ഇതാണ് ഇതിന്റെ അർത്ഥം എന്ന് മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, അത് എളുപ്പമാക്കാൻ വേണ്ടി തന്നെയുള്ള കാര്യമാണ് റൂട്ട് ലെറ്റേഴ്സും ഗ്രാമറും ഒരു പരിധി വരെ. അപ്പൊ പറ്റുന്നവര് എടുക്കുക. പിന്നെ നമ്മൾ ഗ്രാമർ ടിപ്സ് എന്ന് പറഞ്ഞിട്ട് വേറൊരു 13 ക്ലാസ്സുള്ള വേറൊരു സെഷൻ എടുത്തു വെച്ചിട്ടുണ്ട്. സമയം കിട്ടുമ്പം അതിലൂടെ ഒന്ന് പോയി നോക്കുക. അതിനകത്ത് ഓരോ 4 ക്ലാസ്സിനാണെന്ന് തോന്നുന്നു, 4 ക്ലാസ്സിന് ടെസ്റ്റുകളും ഉണ്ട്. ആ ടെസ്റ്റും ഫ്രീ ആണ്. വെറുതെ നിങ്ങൾ ഫ്രീ ടൈമിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള റോക്കറ്റ് സയൻസ് ഒന്നല്ല, ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ. അപ്പം ഗ്രാമറും റൂട്ട് ലെറ്റേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അതും ആരും പേടിച്ചിട്ട് ഇതൊക്കെയാണ് ഓരോരുത്തർ ഇട്ടേച്ചു പോകുന്ന റീസൺസ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിനും നിങ്ങൾക്ക് ഒരു ഡിസ്ക്ലെയിമർ തരുന്നത്. ഇനി അടുത്തത് റിഫ്ലക്ഷൻ, തദബ്ബുർ. സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇവിടെ തദബ്ബുർ 2-3 രീതിയിൽ നടക്കാറുണ്ട്. ഒന്ന്, നമ്മൾ ക്ലാസ്സിൽ തന്നെ കുറെ ചിന്തകളും ലെസൺസും ഒക്കെ മിക്ക ആയത്തുകളിലും, പ്രത്യേകിച്ച് ലെസൺസ് ആയിട്ട് ഷെയർ ചെയ്യേണ്ട ആയത്തിൽ നമ്മൾ സെപ്പറേറ്റ് തന്നെ പറയാറുണ്ട്. ചിലത് ആയത്ത് പറയുന്നതിന്റെ കൂടെ പറഞ്ഞു പോകും. ആ രീതിയിൽ നമ്മൾ കുറച്ചൊന്ന് ചിന്തിക്കും എല്ലാവരും ഇവിടെ ഇരുന്നിട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മളെ എക്സാമിന്റെ സമയത്ത്, എക്സാമിന് ഒരു സെക്കൻഡ് സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ നമ്മൾ കുറച്ച് തഫ്സീറിന്റെയും കുറച്ച് ഗ്രാമറിന്റെയും വാക്കർത്ഥങ്ങളുടെയും ഒക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സെക്ഷനിൽ തദബ്ബുറിന് വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ നമ്മളെ ഈ ആയത്ത് നമ്മളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മാറ്റം വരുത്താൻ ശ്രമിച്ചോ, അറ്റ്ലീസ്റ്റ് അതിനു വേണ്ടി ദ്വാ ചെയ്തോ എന്നൊക്കെ നമ്മളെ തന്നെ ഒന്ന് പിടിച്ചു കുലുക്കാൻ വേണ്ടിയിട്ട്, ഒന്ന് അളക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിന് മാർക്കൊന്നുമില്ല കേട്ടോ, പക്ഷെ നമ്മൾ ചിന്തിപ്പിക്കും.
ശരിക്കും ചിന്തയുള്ള ആളുകളാവണം നമ്മൾ. ഓക്കെ, ഇവിടെ സുബ്ഹാനല്ലാഹ് മാഷാഅല്ലാഹ് അടിപൊളി. ഒരു ഫസ്റ്റ് ജ്യൂസ് മുതലുള്ള മിക്ക ആൾക്കാരും ഇപ്പൊ ഭയങ്കര ചിന്തകന്മാരാട്ടോ. എല്ലാവരുടെയും ബ്രെയിൻ നന്നായി ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങി. അതുപോലെ എല്ലാവരുടെയും ഇവിടെ തേർഡിൽ സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ പോലും നിങ്ങളുടെ ബ്രെയിനും മെല്ലെ 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 ഫങ്ഷൻ ചെയ്യാൻ തുടങ്ങും, ചിന്തിക്കാൻ തുടങ്ങും. ആ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വരാൻ തുടങ്ങും. നമ്മൾ കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, വീട് ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളിലാണെങ്കിലും, ഈവൻ നമ്മൾ അടുക്കളയിൽ കയറിയാൽ പോലും അവിടെയും ചിന്ത പ്രവർത്തിക്കാൻ തുടങ്ങും. ഓക്കെ, അപ്പൊ നമ്മൾ ഈ അടച്ചു വെച്ച ചിന്തകളെയൊക്കെ നമുക്കൊന്ന് മെല്ലെ ഉണർത്തണം, ബുദ്ധിനെയൊക്കെ നമുക്കൊന്ന് മെല്ലെ ഉണർത്തണം. അപ്പം ഈ തദബ്ബുർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ രണ്ടാമത്തത് നമ്മുടെ ക്വസ്റ്റ്യൻസിലാണ്. മൂന്നാമത്തെ സെഷൻ നമ്മൾ തദബ്ബുർ നടത്തുന്നത് ചൊവ്വാഴ്ചകളിൽ, എല്ലാ ചൊവ്വാഴ്ചയും. നിങ്ങളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ മെയിൻ ഗ്രൂപ്പുകളൊക്കെ അഡ്മിൻ ഓൺലിയാണ്. ചൊവ്വാഴ്ച നമ്മൾ അത് ഓപ്പൺ ചെയ്യും എല്ലാവർക്കും വേണ്ടിയിട്ട്. കഴിഞ്ഞ ആഴ്ചയിലെ ആയത്തുകൾ നമ്മളെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസരമാണ് അതൊക്കെ. പലരുടെയും ജീവിതത്തിന് അത് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. പലർക്കും പല പുതിയ ചിന്തകൾ ഉണ്ടാവും, പല മാറ്റങ്ങൾക്ക് വേണ്ടിയുള്ള ടിപ്പുകൾ ഉണ്ടാവും. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന, അതിനും ഈ പറഞ്ഞ പോലെ യാതൊരു ക്വാളിഫിക്കേഷനൊന്നും നിങ്ങൾ കൊണ്ടുവരേണ്ടത്. നിങ്ങൾ വീട്ടിൽ എന്തെങ്കിലും സംസാരിക്കുന്നു അതുപോലെ സംസാരിക്കാം. നമ്മൾ പരമാവധി നമ്മളെ കൊണ്ട് കഴിയുന്നതിന്റെ ബെസ്റ്റ് മെഷേഴ്സ് എടുത്ത് സ്ത്രീകൾ മാത്രമാക്കിയിട്ടുള്ള ഗ്രൂപ്പുകളാണിത്. അപ്പൊ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം, പറയാം. ശരിക്കും പലരും പറയുന്ന പല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പലർക്കും ഹെൽപ്പ് ആവാറുണ്ട്. സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ഇവിടെയുള്ള പലരുടെയും റിഫ്ലക്ഷൻസ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അപ്പം റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ യാത്രനെ ഒന്നും കൂടെ ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അതൊന്നും കൂടെ നമ്മളെ സഹായിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പം അത്രയും കാര്യം. പിന്നെ അടുത്തത് ഞാൻ മുമ്പ് പറഞ്ഞു വെച്ച കാര്യത്തിലേക്ക് വരാം. നിങ്ങൾക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, കാരണം ഇത് അത്ര എന്താ പറയാ, അത്ര സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഖുർആൻ സിമ്പിളാണ്, മനസ്സിലാക്കാൻ സിമ്പിളാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മളെ ലോകത്തിന്റെ ജനസംഖ്യ എടുത്തു നോക്കുമ്പോൾ അല്ലെ, അതിനകത്ത് വിശ്വാസികളുടെ ജനസംഖ്യ എടുത്തു നോക്കിയിട്ട്, അതിനകത്ത് സലഫികളുടെ ജനസംഖ്യ എടുത്തു നോക്കിയിട്ട്, അതിനകത്ത് ഖുർആൻ മനസ്സിലാക്കിയിട്ട് ഖുർആൻ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവരുടെ ജനസംഖ്യ നോക്കുമ്പോൾ വളരെ കുറച്ചേ ഉള്ളൂ ഇന്ന് ലോകത്ത്, വളരെ കുറച്ച്. ഒരു 1% ഉണ്ടോ എന്ന് സംശയമാണ്. അത്രയും കുറവുള്ളൂ. സുബ്ഹാനല്ലാഹ്. 800 കോടിന്റെ മുകളിലൊക്കെ ഒരുപക്ഷെ ഇപ്പൊ ജനസംഖ്യ ഉണ്ടായിരിക്കും. അതിനകത്ത് 1% എന്ന് പറയുന്നത് വളരെ കുറവാണത്, വളരെ ചെറിയൊരു ശതമാനം. അതുകൊണ്ട് തന്നെ ഇബ്ലീസിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള കൗമായിരിക്കും ഇത്. ഓക്കെ, നമ്മൾ മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്നല്ല കേട്ടോ. ദുനിയാവിലെ ഒരുപാട് ആളുകൾ പല രീതിയിൽ ഖുർആനെ ഈ രീതിയിൽ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശ്രമിക്കുന്നുണ്ട്. അപ്പം അതുപോലെയുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇബ്ലീസിന് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണ്. പ്ലസ് അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ നമ്മൾ അങ്ങോട്ട് വിശ്വസിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കടത്തി വിടുന്നില്ല. അള്ളയും നമ്മളെ നല്ല പിടിച്ച് കുലുക്കി പരീക്ഷിക്കും. ഓക്കെ, നല്ലപോലെ പരീക്ഷിക്കും നമ്മൾ ഈ സ്റ്റെപ്പ് എടുത്ത് വെച്ച് കഴിഞ്ഞ്. അത്ര എളുപ്പമൊന്നുമല്ല മുന്നോട്ട് പോകാൻ. അപ്പം ഓരോ സമയത്തും ഈ യാത്രയ്ക്ക് എതിരെ നമുക്ക് പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇവിടെ ഓരോരുത്തരടുത്ത് ചോദിച്ചു കഴിഞ്ഞാലും അവർക്കൊരു സ്റ്റോറി പറയാനുണ്ടാവും. ഈ പറയുന്ന എനിക്കും ഉണ്ട് ഓരോ സ്റ്റോറി. ഓരോ പ്രാവശ്യവും ഇവൻ ഓരോ ജുസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് മുന്നോട്ട് പോകുമ്പോഴും അത് തീർക്കുമ്പോഴും ഒക്കെ പരീക്ഷണങ്ങൾ വരാറുണ്ട്. പല രീതിയിലുള്ള നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങളൊക്കെ വരും. ഓക്കെ, ഇതിലൊക്കെ നമുക്ക് സഹായം അള്ളാഹ് മാത്രമാണ്. എല്ലാവർക്കും അള്ളാഹു മാത്രമാണ് സഹായം. അള്ളാഹിന്റെ സഹായം മാത്രം മതി. ഓക്കെ, അപ്പൊ അത് വന്നുകൊണ്ടിരിക്കും. അള്ളാഹിന്റെ സഹായം തേടിയിട്ട് അതിനൊക്കെ ഓവർകം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകണം. മുന്നോട്ട് പോയേ മതിയാവും. മാത്രമല്ല നമ്മൾ ഈ ഖുർആനിന് തന്നെ ഓരോ ലെവലുകളായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും ആ മനസ്സിലാക്കുന്ന ആയത്ത് അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിൽ നമുക്ക് പരീക്ഷണം വരും. സുബ്ഹാനല്ലാഹ്, അതൊക്കെ ശരിക്കും ഒരു ഭംഗിയാട്ടോ. അത് അള്ളാഹ് തിയറി പഠിപ്പിക്കും, പ്രാക്ടിക്കൽ തരും, തിയറി പഠിപ്പിക്കും, പ്രാക്ടിക്കൽ തരും. നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ നമുക്ക് പരീക്ഷണം വരും. അപ്പൊ നമുക്ക് ഖുർആനിൽ പഠിച്ച ആ ഒരു ആയത്ത്, ആ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ ആ പരീക്ഷണം സോൾവ് ചെയ്യാൻ പറ്റും. സുബ്ഹാനല്ലാഹ്, ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ജേർണിയാണ്. ഇത് അനുഭവിച്ച് തന്നെ അറിയണം. ഓക്കെ, അപ്പം അത് മനസ്സിൽ കരുതുക. എന്തായാലും പ്രയാസങ്ങൾ വരും, അള്ളാഹിന്റെ സഹായത്തോടു കൂടി മുന്നോട്ട് പോയേ മതിയാവും. പിന്നെ അതിനേക്കാളൊക്കെ വേറൊരു ഭംഗിയുള്ള ഒരു കാര്യം ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് വലിയ ഒരു ക്രൗഡിനെ കിട്ടുകയാണ്. അള്ളാഹു സുബ്ഹാനഹു തആലയ്ക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന, ഖുർആന് വേണ്ടി പരസ്പരം സ്നേഹിക്കുന്ന ഒരു ക്രൗഡിലാണ് നമ്മൾ. അത് ശരിക്കും അള്ളാഹു തെരഞ്ഞെടുത്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു അനുഭവമാണ്. കാരണം യൗമുൽ ഖിയാമയിൽ അല്ലെ, ആഖിറത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ മിത്രങ്ങളെല്ലാം, ഇവിടെയുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ശത്രുക്കളാവും അവിടെ. അവര് ചോദിക്കും, നിങ്ങൾ എന്തിനാണ് എന്നെ വഴിതെറ്റിച്ചത്? നമ്മുടെ മക്കള് ചോദിക്കും, എന്നെ വഴിതെറ്റിച്ചതല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാ എനിക്ക് വേണ്ടി സമയം ചെലവഴിച്ചത്? നിങ്ങൾ എന്നെ ശരിക്കുമുള്ള രീതിയിൽ എനിക്ക് സമയം തന്നില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഖുർആൻ പഠിപ്പിച്ചില്ലല്ലോ, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ അള്ളാഹുവിലേക്ക് തിരിച്ചില്ലല്ലോ. നമ്മളെ ശത്രുക്കളായി മാറുന്ന അവിടെ നമുക്ക് മിത്രങ്ങളായിട്ട് ഇവര് മാത്രമേ ഉണ്ടാവുള്ളൂ. ആര്? ഖുർആന്റെ അഹ്ലുകാര്. അപ്പം അങ്ങനെയുള്ള ആ ഒരു ഖൗമിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഇപ്പം തന്നെ തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്.
അപ്പം ആ ഒരു ഭംഗി, പ്രത്യേകിച്ച് നമ്മൾ മിക്ക സെഷനുകൾ കഴിഞ്ഞിട്ട് കുറച്ചു നേരം ഒരു സിറ്റിംഗ് ഉണ്ടാവാറുണ്ട്. അതിനകത്തുള്ള ഡിസ്കഷൻസ്, ഒരുപാട് ബന്ധങ്ങൾ, ഒരുപാട് സ്നേഹങ്ങൾ ആ ഒരു സമയത്ത് ഉണ്ടാവാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഗ്രൂപ്പുകളിൽ തന്നെ സുബ്ഹാനല്ലാഹ് റിഫ്ലക്ഷൻ സമയത്തൊക്കെ നമുക്ക് പലരെയും പുതിയ പുതിയ കോണ്ടാക്ട്സ്, നമ്മൾ ഒരു പക്ഷേ വേറെ ഒരു രീതിയിലും അവരുമായിട്ട് ഒരു തരത്തിലും ബന്ധം ഉണ്ടാവാൻ ചാൻസ് ഇല്ലാതിരിക്കുന്ന ബന്ധങ്ങളാണ് ഇതുവഴി നമുക്ക് ഉണ്ടാവുക. പല ലോകത്തിന്റെ തന്നെ പല ഭാഗങ്ങളിലുള്ള ആളുകൾ, കേരളത്തിൽ തന്നെ ആ അറ്റം മുതൽ ഈ അറ്റം വരെ ഖുർആൻ അല്ലെങ്കിൽ നമ്മൾ ഒരു പക്ഷെ അവരുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ബന്ധങ്ങളുടെ ഭംഗി ഉപയോഗപ്പെടുത്തുക. പിന്നെ ഞാൻ കുറച്ചു നേരത്തെ പറഞ്ഞു, പരീക്ഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും, അള്ളാഹു ഫിൽറ്റർ ചെയ്തുകൊണ്ടിരിക്കും. അതിലേക്ക് നിങ്ങൾക്ക് ഒരു പോയിന്ററായിട്ട് പുതിയ ആളുകൾക്ക് കഴിഞ്ഞ 2 ക്ലാസ്സുകൾ, അതായത് 253 വരെയുള്ള ആയത്തെടുത്ത് അതായത് ജുസ് 2ന്റെ അവസാനത്തെ 2 ക്ലാസ്സുകൾ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അതിനകത്ത് താലൂത്തിന്റെയും ജാലൂത്തിന്റെയും ഇടയിലുള്ള ഒരു യുദ്ധത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിനകത്ത് പല സ്റ്റേജുകളായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആളുകളെ ഫിൽറ്റർ ചെയ്ത് അതൊരു നല്ല കർമ്മത്തിന് വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ആൾക്കാരെ പല പരീക്ഷണങ്ങൾ കൊടുത്ത് അവരെ ഫിൽറ്റർ ചെയ്ത് അവസാനം വരെ എത്തിച്ച് കുറച്ച് ആൾക്കാരെ ബാക്കി ഉണ്ടാവുള്ളൂ. ആ കലീലായിട്ടുള്ള വളരെ കുറച്ച്, കലീൽ എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, കലീൽ എന്ന് പറഞ്ഞ വാക്ക് 1/3 കുറവ്. അതായത് മൊത്തത്തിൽ ഇപ്പൊ നമ്മളൊരു 100 എടുത്തു കഴിഞ്ഞാൽ അതിന്റെ 1/3 എന്ന് പറഞ്ഞാൽ ഏകദേശം 33, അതിനേക്കാളും കുറവുള്ള ആൾക്കാരെ അവിടെ ഫൈനലിലേക്ക് എത്തുള്ളൂ. അല്ലെങ്കിൽ ഹദീസുകളിൽ വന്ന പോലെ സ്വർഗത്തിൽ 1000 ആളുകളിൽ ഒരാള് സ്വർഗത്തിലും 999 ആൾക്കാർ നരകത്തിലുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ആ ഒരാളിൽ പെടാൻ വേണ്ടിയിട്ട് സുബ്ഹാനല്ലാഹ് എത്രത്തോളം പ്രയാസമാണെന്നുള്ളത് ആ കഴിഞ്ഞ ആയത്തുകൾ നല്ല ഭംഗിയായിട്ട് ആ ഒരു എക്സാമ്പിളിലൂടെ വിശദീകരിച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ നിർബന്ധമായിട്ടും, ഞാൻ പറ്റുമെങ്കിൽ എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും അതൊന്ന് നിങ്ങൾ കേട്ട് നോക്കുക. കാരണം നമുക്ക് ഇത് തുടങ്ങുമ്പോൾ തന്നെ വരും പരീക്ഷണം, ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പരീക്ഷണങ്ങൾ വരും. അപ്പൊ ഈ കലീലിൽ പെടണം, നമ്മൾ അതിന് ഹിക്മത്ത് മനസ്സിലാക്കി അതിനുവേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി ദുആ ചെയ്ത് അതിനുവേണ്ടി നമ്മളുടെ ഉള്ളിൽ അല്ലെ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ബാക്കി റബ്ബിന്റെ സഹായം കിട്ടിക്കോളും. ഓക്കെ, അപ്പൊ കലീൽ പെടാൻ ഉള്ളതിനെ കുറിച്ച് നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്ന കലീലിൽ പെടുന്ന ആൾകളെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ 2 ക്ലാസ്സുകൾ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കും. എനിക്ക് 57ഉം 58ഉം സെഷൻസ് ആയിരിക്കും ഇൻഷാ അല്ലാഹ്. പറ്റുമെങ്കിൽ ഞാൻ ഇതിന്റെ റെക്കോർഡിങ്ങിന്റെ താഴെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇതിന്റെ റെക്കോർഡിംഗ് ഷെയർ ചെയ്യുമ്പോൾ യൂട്യൂബ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യാൻ നോക്കാം ഇൻഷാ അല്ലാഹ്. ഇനി ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ യാത്രയിൽ തിരക്കുകൾ വരും എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ആ ഒരാഴ്ചത്തെ ക്ലാസ് തീരെ എടുക്കാൻ പറ്റാതെ, എക്സാം തീരെ എടുക്കാൻ പറ്റാത്ത തിരക്കുകൾ വരും. ഹോസ്പിറ്റൽ കേസുകൾ അല്ലെ, ഇപ്പൊ പ്രതീക്ഷിക്കാത്ത മരണങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല കാക്കട്ടെ എല്ലാവരെയും. അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾ അപ്പോഴും എക്സിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അങ്ങനത്തെ എന്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, മിനിമം ചെയ്യുക. ആ സമയത്ത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ മിനിമം എന്താണോ അത് ചെയ്യുക. ക്ലാസ് ഒട്ടും കേൾക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നോട്ട്സ് എഴുതി തരുന്ന നമ്മുടെ ഷാനിബയുണ്ട്. ഷാനിബയുടെ നോട്ട്സ് മാത്രം വായിച്ച് ക്ലാസ് എഴുതുന്നവരുണ്ട്. അപ്പം ആ ആഴ്ച നിങ്ങൾ നോട്ട് മാത്രം വായിക്കുക. അതൊരു 5-6 പേജ് നിങ്ങൾക്ക് ഒന്ന് ഓടിച്ചു വിട്ട് വായിക്കാനേ ഉണ്ടാവുള്ളൂ. അത് വായിച്ചിട്ട് എക്സാം എഴുതാൻ ശ്രമിക്കുക. അതായത് ക്വിറ്റ് ചെയ്ത് പോവാതെ, എക്സിറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടി ആ സമയത്ത് മിനിമം, ബിക്കോസ് അള്ളാഹ്ക്ക് അറിയാം നമ്മൾ എന്തുകൊണ്ട് ഇതാക്കാത്തതെന്നല്ലേ. പക്ഷെ നമ്മളിൽ ഒരു കംപ്ലീറ്റ് സെഷൻ അങ്ങ് ഒഴിവാക്കി, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് എക്സാം അങ്ങ് ഒഴിവാക്കിയാൽ പിന്നെ അങ്ങോട്ട് നമുക്ക് കണ്ടിന്യൂറ്റി കിട്ടില്ല. പിന്നെ കാരണം നമുക്കറിയാം നമ്മളെ എല്ലാ കാര്യങ്ങളും അങ്ങനെയല്ലേ, ഏതായാലും പോയില്ലേ ഇനി അങ്ങോട്ട് ബാക്കി പോട്ടെ. കാരണം ഇത് നിർബന്ധമുള്ള കാര്യമില്ലല്ലോ, നമ്മളെ ആരും നിർബന്ധിക്കുന്ന കാര്യമില്ലല്ലോ, നമ്മുടെ ഉള്ളിൽ നിന്ന് വരേണ്ട നിർബന്ധം മാത്രമാണ് ഇവിടെ വർക്ക് ആവുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹെൽപ്പും. അപ്പം അങ്ങനത്തെ ക്രിട്ടിക്കൽ സമയങ്ങൾ വരുമ്പോൾ നിങ്ങൾ എക്സിറ്റ് ചെയ്യാതെ മിനിമം ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ അത് മാത്രം ചെയ്തിട്ട് മുന്നോട്ട് പോവാം. എന്നിട്ട് നിങ്ങളുടെ സിറ്റുവേഷൻ ചേഞ്ച് ആവുമല്ലോ അല്ലെ. എല്ലാവരും ഇപ്പൊ കാലാകാലം ഹോസ്പിറ്റലൊന്നും ആയിരിക്കില്ല. അപ്പം സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ നിങ്ങൾ പഴയതുപോലെ ട്രാക്കിൽ കയറുക. സമയം കിട്ടുമ്പോൾ പഴയ നിങ്ങൾക്ക് മിസ്സായ ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കാൻ പറ്റിയില്ലെങ്കിൽ കുഴപ്പമില്ല, മുന്നോട്ട് പോയിക്കോ. കാരണം ഖുർആനിൽ ഒരായത്ത് നമ്മുടെ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും, ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഒരു പക്ഷെ നിങ്ങൾക്ക് മിസ്സായത് നിങ്ങൾക്ക് ആ സമയത്ത് നിങ്ങൾ അതിലേക്ക് എത്താത്ത ആയത്തുകളായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പൊ കേട്ടിട്ട് കാര്യമില്ലാത്ത ആയത്തുകളായിരിക്കും. അത് നിങ്ങളുടെ കതിറാണെന്ന് മനസ്സിലാക്കുക. പിന്നീട് അതിനെ കൂടുതൽ ഭംഗിയായിട്ട് മനസ്സിലാക്കേണ്ട സമയത്ത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുക. ഇനി നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണം തോന്നുന്നവരുണ്ടാവും, ചില കാരണങ്ങൾ ഉണ്ടാവും, അത് നിർത്തി പോകാനുള്ള പല കാരണങ്ങളും പലർക്കും ഉണ്ടാവും. അപ്പം എൻ്റെ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ക്വിറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അടുത്ത് തന്നെ ചോദിക്കുക,
ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് വർക്ക് ആവുന്ന, കാരണം നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പല വെറൈറ്റികളായിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൽ പല മൈൻഡ് സെറ്റ്, പല എക്സ്പീരിയൻസ്, പല ബാക്ക്ഗ്രൗണ്ട്. അപ്പം ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതി ഒരു പക്ഷെ നിങ്ങൾക്ക് സെറ്റ് ആയിക്കൊള്ളണമെന്നില്ല, എല്ലാവർക്കും ഒന്നും സെറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഓക്കെ, ചിലർക്ക് കുറെ ആളുകൾക്ക് അൽഹംദുലില്ലാഹ് വർക്ക് ആവുന്നുണ്ട്, കുറെ ആൾക്കാർക്ക് വർക്ക് ആവാത്തതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് ഖുർആനെ നിങ്ങളുടെ ജീവിതവുമായിട്ട് കണക്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ഓപ്ഷൻ വേറെ എവിടെയെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്തോളൂ. അല്ലാതെ നിങ്ങൾ ഖുർആനുമായിട്ട് ഈ രീതിയിലുള്ള ഒരു കണക്ഷൻ പെർമനന്റ് ആയിട്ട് കട്ട് ചെയ്യരുത്. സുബ്ഹാനല്ലാഹ്, ഇത് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യരുത്, ഭയങ്കര നഷ്ടമായിരിക്കും. ഖുർആനെ ആഴത്തിൽ മനസ്സിലാക്കി ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഖുർആൻ കാണിച്ചു തരുന്ന ഒരു യാത്ര നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ വേറെ ദുനിയാവിൽ എന്ത് റീസൺ ഉണ്ടെങ്കിലും ഇത് കട്ട് ചെയ്യാൻ അതിനൊന്നും അതിനൊന്നും അർഹതയില്ല. അപ്പൊ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഖുർആനുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു പരിഹാരം, അത് ചിലപ്പം ഇതിനേക്കാൾ ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടീച്ചേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കോഴ്സസ് ഉണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, കാരണം ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലാണ്. ഇപ്പൊ ഇവിടുത്തെ തീരെ നിർബന്ധമില്ലാത്ത സ്റ്റൈൽ ചിലപ്പം എല്ലാവർക്കും ഫിറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ചിലർക്ക് ശരിക്കും നിർബന്ധമുണ്ടെങ്കിലേ വർക്ക് ആവുള്ളൂ എന്നുള്ള ആൾക്കാരുണ്ടാവും. അപ്പം അങ്ങനെയുള്ള കോഴ്സുകളിലേക്ക് പോവാം. ഇനി അതുപോലെ ചിലർക്ക് ഫീസ് കൊടുത്തു പഠിച്ചാലേ അല്ലെ, അല്ലെങ്കിൽ പകുതി വഴിയിൽ വെച്ചിട്ടും അതിനൊരു വാല്യൂ ഇല്ല, അങ്ങനെയൊക്കെ തോന്നുന്ന ആൾക്കാരുണ്ട്. അത് നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ട് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ അവിടേക്ക് പോകാം. കാരണം ഒരുപാട് ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോട് കൂടി ഈ ഒരു യാത്ര ഇതുപോലെ മറ്റുള്ളവരെ ഖുർആനിലേക്ക് അടുപ്പിക്കുന്ന യാത്രകൾ നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് ആളുകൾ ചെയ്യുന്നതുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടൊരു യാത്ര ഖുർആനുമായിട്ട് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ക്വിറ്റ് ചെയ്തോളൂ. അല്ലാത്ത എന്ത് റീസൺ ആണെങ്കിലും നിങ്ങൾ ക്വിറ്റ് ചെയ്യരുത്. നിങ്ങൾക്ക് ഒരു രക്ഷയില്ല, പറ്റുന്നില്ല മുന്നോട്ട് പോകാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ് ഗ്രൂപ്പ്, ഇവിടെ സബ് ഗ്രൂപ്പ്സിലേക്ക് ആളുകൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഈ ഗ്രൂപ്പുകളുടെ മെയിൻ ഗ്രൂപ്പുകൾക്കൊക്കെ കുറെ അഡ്മിന്മാരെ നിങ്ങൾ കാണുന്നുണ്ട്, ഒരു 5-8 അധികം അഡ്മിന്മാരുണ്ട്. അവരെയോ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നോക്കുക, എങ്ങനെ ഞാൻ ഇതിന് മുന്നോട്ട് പോകും, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ. ഓക്കെ, ഇനി ഒരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് ചെയ്തോ, ഇൻഷാ അല്ലാഹ് ഞാൻ മോട്ടിവേറ്റ് ചെയ്തോളാം. അപ്പോൾ നിങ്ങൾ വിട്ടു പോകരുത്, ഭയങ്കര നഷ്ടമായിരിക്കും. ഓക്കെ, ഇൻഷാ അല്ലാഹ്. നമ്മൾ ഇവിടെ നിങ്ങൾ ഈ മെയിൻ ഗ്രൂപ്പിൽ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് ഒന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ മെയിൻ ഗ്രൂപ്പിൽ നിൽക്കണമെങ്കിൽ ഇത്ര മെമ്പർഷിപ്പ് ഫീ അടയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം എന്നൊന്നും ഡിമാൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ആ ഗ്രൂപ്പിൽ തന്നെ നിന്നോളൂ. ചിലപ്പം അപ്പോഴല്ലെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് ക്ലാസ്സിലേക്ക് വരാൻ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും വരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇനി ലാസ്റ്റ് ഒരൊറ്റ കാര്യം പറയണം, സബ് ഗ്രൂപ്പ്സ് ഉണ്ട് നമുക്ക്. അതായത് എക്സാമുകൾ വളരെ കറക്റ്റ് ആയിട്ട് സീരിയസ് ആയിട്ട് ആ ഒരു തന്ന ടൈമിനുള്ളിൽ, ഓക്കെ, എക്സാമിന് ഒരു ടൈം ഉണ്ട്. നമ്മൾ ഇപ്പം ഈ പ്രാവശ്യം മുതൽ ഞായറാഴ്ച രാത്രി 10 മുതൽ ചൊവ്വാഴ്ച രാവിലെ 6 വരെയാണ് എക്സാം ഓപ്പൺ ആയിട്ടുണ്ടാവുക. അതായത് ലിങ്ക് ഓപ്പൺ ചെയ്യും 2 ആഴ്ചയിൽ ഒരിക്കലും. ഞായർ രാത്രി 10 മുതൽ ചൊവ്വ രാവിലെ 6 വരെ എക്സാമിന്റെ ലിങ്ക് ഓപ്പൺ ആയിരിക്കും. ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് തന്ന റോൾ നമ്പേഴ്സ് ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് എക്സാം എഴുതാനുള്ളവർക്ക് മാത്രമാണ് സബ് ഗ്രൂപ്പ്. ഇതിന് പറ്റാത്തവർ സബ് ഗ്രൂപ്പ് കയറണ്ട. ഓക്കെ, ഈ പ്രാവശ്യം മുതൽ സബ് ഗ്രൂപ്പ്സ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇതുവരെ നമ്മൾ കുറച്ച് ഫ്രീ ആക്കിയിട്ടാണ്. സൗണ്ട് കുറവുണ്ടോ? കേൾക്കുന്നില്ലേ റഹ്മത്ത്? ഇല്ല, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ വഹിദ ഒന്ന് എക്സിറ്റ് ചെയ്ത് എൻ്റർ ചെയ്ത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പം സബ് ഗ്രൂപ്പ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഫസ്റ്റ് 4 എക്സാം കഴിയുമ്പോൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സ് ഒക്കെ നോക്കും ഈ 4ഉം എഴുതാത്ത, 4 ഒന്നെങ്കിലും എക്സ്ക്യൂസ് ഒന്നും പറയുകയും കൂടെ ചെയ്യാതെ, അത് എക്സ്ക്യൂസ് എപ്പോഴെങ്കിലും അല്ല എക്സ്ക്യൂസ് പറയേണ്ടത്, എക്സാം നടക്കുന്ന സമയത്താണ് എക്സ്ക്യൂസ് പറയേണ്ടത്. ഓക്കെ, എക്സ്ക്യൂസ് ഒന്നും പറയാതെ 4 എക്സാമും എഴുതാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും സബ് ഗ്രൂപ്പിൽ നിന്ന് റിമൂവ് ചെയ്യും. കാരണം നമുക്ക് പല ആളുകളുടെ എണ്ണം കൂടി വരാണ്. സബ് ഗ്രൂപ്പ് ഒക്കെ ഇങ്ങനെ തോന്നിയ പോലെ ആകുമ്പോൾ സബ് ഗ്രൂപ്പ് ലീഡേഴ്സിനും ബുദ്ധിമുട്ടാണ്, ഇവിടെ നിന്നുകൊണ്ട് അഡ്മിൻ ചെയ്യുന്ന എനിക്കും ബുദ്ധിമുട്ടാണ്. അത് മാത്രമല്ല ഗ്രൂപ്പിലുള്ള മറ്റ് ആക്റ്റീവായ മെമ്പേഴ്സിനും ബുദ്ധിമുട്ടാണ്. കാരണം ഒന്നും ചെയ്യാതെ ഒരു റെസ്പോൺസും ഇല്ലാത്ത ആൾക്കാരുണ്ടാകുമ്പോൾ ബാക്കിയുള്ളവർക്കും കൂടെ ഒരു ഡിമോട്ടിവേഷൻ ആണ്. അപ്പം സബ് ഗ്രൂപ്പ്സ് നമ്മൾ സ്ട്രിക്റ്റ് ആക്കി വെക്കും. ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആണ്, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ കേൾക്കുകയോ കാണുകയോ എക്സാം എഴുതുകയോ ഒക്കെ ചെയ്യാം. സബ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഒന്നും കൂടെ ഇന്ന് ഗ്രൂപ്പിൽ ഇടാം ഇൻഷാ അല്ലാഹ്. സബ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാതെയും നിങ്ങൾക്ക് മെയിൻ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് ക്ലാസ് കേൾക്കുകയും എക്സാം എഴുതുകയും ചെയ്യാം. ഓക്കെ, എക്സാം എല്ലാവർക്കും എഴുതാം, പക്ഷെ എക്സാം റെഗുലർ ആയിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് എഴുതുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് സബ് ഗ്രൂപ്പ്. വെറുതെ മെയിൻ ഗ്രൂപ്പിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് എക്സാം എഴുതാം. മെയിൻ ഗ്രൂപ്പിൽ എക്സാമിന്റെ ലിങ്ക് ഒക്കെ ഷെയർ ചെയ്യും, എല്ലാവർക്കും എക്സാം എഴുതാം. ഇനി ഇതൊന്നും ഇല്ലാത്ത പുറത്തുള്ള ഈ ക്ലാസ് കേൾക്കാത്ത ആൾക്കാർക്കും എക്സാം എഴുതാനുള്ള ഒരു പ്രൊവിഷൻ നമ്മൾ യൂട്യൂബിനകത്ത്, അതായത് നമ്മുടെ ഈ എക്സാമിന്റെ വിൻഡോ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ യൂട്യൂബിൽ ഒരു എക്സാം ലിങ്ക് ഇടും. ആർക്ക് വേണമെങ്കിലും എക്സാം എഴുതാം, അത് വേണമെങ്കിൽ പുരുഷന്മാർക്കും ആ എക്സാം എഴുതാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് മറ്റുള്ള മോട്ടിവേറ്റഡ് ആയിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള മെമ്പേഴ്സിന് ഡീമോട്ടിവേഷൻ ആകാൻ നമ്മൾ ഇനി മുതൽ ഇൻഷാ അല്ലാഹ് സമ്മതിക്കൂല. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും സബ് ഗ്രൂപ്പുകൾ. നിങ്ങൾ കറക്റ്റ് ഫോളോ ചെയ്യുന്നവർ മാത്രം സബ് ഗ്രൂപ്പിൽ കയറാം ഇൻഷാ അല്ലാഹ്.
അപ്പം ഐ തിങ്ക് ആവശ്യത്തിനുള്ള ഇൻട്രോ ആയെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് സബ് ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച റിഫ്ലക്ഷൻസിന് വേണ്ടി ഓപ്പൺ ചെയ്യുമ്പോഴൊക്കെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കമായതുകൊണ്ട് തന്നെ ഒരൊറ്റ ആയത്തെ എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് മെല്ലെ മെല്ലെ കാര്യങ്ങൾ ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. സൂറത്തുൽ ബഖറ ആയത്ത് 253 ജുസ് 3 ഇൻഷാ അല്ലാഹ്. തിൽക്കർ റുസുലു فضلنا بعضهم على بعض منهم من كلم الله ورفع بعضهم درجات وآتينا عيسى بن مريم البينات وأيدناه بروح القدس ولو شاء الله ما اقتتل الذين من بعدهم من بعد ما جاءتهم البينات ولكن اختلفوا فمنهم من آمن ومنهم من كفر ولو شاء الله ما اقتتلوا ولكن الله യഫ്അലു മാ യുരീദ്. മേൽ പ്രസ്താവിക്കപ്പെട്ട ആ റസൂലുകൾ അവരിൽ ചിലരേക്കാൾ നാം ശ്രേഷ്ഠരാക്കിയിരിക്കുന്നു. അവരിൽ അള്ളാഹു സംസാരിച്ചവരുണ്ട്. അവരിൽ ചിലരെ അവൻ പല പദവികൾ ഉയർത്തുകയും ചെയ്തിരിക്കുന്നു. മറിയമിന്റെ മകൻ ഈസായ്ക്ക് നാം വ്യക്തമായ തെളിവുകൾ നൽകുകയും പരിശുദ്ധാത്മാവ് മുഖേന അദ്ദേഹത്തെ നാം ബലപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ ശേഷമുള്ളവർ അവർക്ക് വ്യക്തമായ തെളിവുകൾ വന്നതിന് ശേഷം പരസ്പരം ശണ്ഠ കൂടുകയില്ലായിരുന്നു. എങ്കിലും അവർ അഭിപ്രായ ഭിന്നിപ്പിലായി. എന്നിട്ട് അവരിൽ നിന്ന് ചിലർ വിശ്വസിച്ചവരുണ്ട്, അവരിൽ നിന്ന് ചിലർ അവിശ്വസിച്ചവരുമുണ്ട്. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവർ പരസ്പരം ശണ്ഠ കൂടുകയില്ലായിരുന്നു. എങ്കിലും അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. നമുക്ക് വാക്കർത്ഥം നോക്കാം. തിൽക്കർ റുസുൽ, ആ റസൂലുകൾ. ഓക്കെ, റസൂലിന്റെ പ്ലൂറൽ ആണ് റുസുൽ. ആ ദേവദൂതന്മാർ, പ്രവാചകന്മാർ. ഓക്കെ, റോ സീൻ ലാം. ഫദ്ദൽന, നാം ശ്രേഷ്ഠമാക്കി. ഫ ദോത് ലാം. ഈ നമ്മൾ ഈ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സിനാണ് റൂട്ട് ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഒക്കെ പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അറബിയിൽ ഏതൊരു വാക്കെടുത്തു കഴിഞ്ഞാലും അതായത് നാമമോ ക്രിയോ ആയിട്ടുള്ള ഏത് വാക്കെടുത്തു കഴിഞ്ഞാലും അതിന് ഒന്നെങ്കിൽ 3 അല്ലെങ്കിൽ 4 ഒക്കെ ലെറ്റേഴ്സ് ആയിട്ടുള്ള റൂട്ട് ലെറ്റേഴ്സ് ഉണ്ടാവും. ആ ലെറ്റേഴ്സിൽ നിന്നാണ് ആ വാക്ക് ഉണ്ടാവുന്നത്. ഓക്കെ, റൂട്ട് ലെറ്റേഴ്സ് മനസ്സിലാക്കുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പോകെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമർ ടിപ്സിന്റെ ആ ഒരു സെഷൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഏകദേശം ഒരു 13 ക്ലാസ്സസിൽ, അതൊന്ന് ഞാൻ ഷെയർ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പറ്റുന്നത് പോലെ എടുത്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു കാര്യങ്ങൾ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഫദ്ദൽന, നാം ശ്രേഷ്ഠമാക്കി. ഫദ്ദൽ ന എന്ന് പറയുന്നിടത്താണ് അവിടെ നാം. ഓക്കെ, അള്ളാഹുവിനെ തന്നെ സ്വയം വിശേഷിപ്പിക്കുകയാണ് നാം എന്ന് പറയുന്നത്. അപ്പം നാം ശ്രേഷ്ഠമാക്കി. ബഅദഹും, അവരിൽ ചിലരെ. ബ ഐൻ ദോദ്. ഇപ്പൊ എഴുതിയെടുക്കണം എന്നില്ല, നിങ്ങൾക്ക് പിന്നെ എഴുതിയാൽ മതി. അല്ലെങ്കിൽ എഴുതാൻ പറ്റാത്തവർക്ക് നമ്മളുടെ സ്റ്റുഡന്റ് നോട്ട്സ് വരും, ഷെയർ ചെയ്യും ക്ലാസ്സിൽ. പക്ഷെ അത് 1-2 ദിവസം എടുക്കും കേട്ടോ. അപ്പം ഇപ്പൊ ഈ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ ഈ സ്ക്രീനൊക്കെ നമ്മൾ ക്ലാസ് കഴിഞ്ഞ ഉടനെ ഷെയർ ചെയ്യും ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ശ്രദ്ധിച്ചാൽ മതി, എഴുതാതിരിക്കുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ബഅദഹും, അവരിൽ ചിലരെ. അലാ ബഅദിൻ, ചിലരേക്കാൾ. ഓക്കെ, ഈ 2 വാക്കിന്റെയും റൂട്ട് ബഅദഹും ബഅദും രണ്ടും സെയിം റൂട്ടാണ്. ബ ഐൻ ദോദ്. മിൻഹും, അവരിൽ. മൻ, ഒരുത്തർ. കല്ലമ, അല്ലാഹു സംസാരിച്ചു. കല്ലമ, കാഫ് ലാം മീം. വറഫഅ, അവൻ ഉയർത്തി. റോ ഫ ഐൻ. ഓക്കെ, ബഅദഹും, അവരിൽ ചിലരെ. വീണ്ടും സെയിം ബഅദ് വന്നിട്ടുണ്ട്, സെയിം റൂട്ടാണ്. ദറജാത്തിൻ, പല പദവികൾ. ദറജാത്ത്, ദാൽ റോ ജീം. ദറജ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിന്റെ പ്ലൂറൽ ആണ് ദറജാത്ത്. വആതീന, നാം നൽകുകയും ചെയ്തു. ഓക്കെ, ന എന്ന് പറയുന്നതാണ് അവിടെ നാം. വ എന്ന് പറയുന്നത് ആൻഡ് ആണ്. നൽകുകയും എന്ന് പറയുന്നത് ആത്തി എന്ന് പറയുമ്പോൾ ഹംസ ത യ, അതാണ് റൂട്ട്. അപ്പം നാം നൽകുകയും ചെയ്തു. ഈസാക്ക്. ഇബ്ന മറിയം, മറിയമിന്റെ മകൻ. അൽ ബയ്യിനാത്ത്, വ്യക്തമായ തെളിവുകൾ. ബയ്യിനാത്തിന്റെ റൂട്ട് ബ യ നൂൻ. വ അയ്യദ്നാഹു, അവനെ നാം ബലപ്പെടുത്തുകയും ചെയ്തു. ഹംസ യ ദാൽ. റൂട്ടാണ് ഈ ഓറഞ്ച് കളറിൽ കാണുന്നതെല്ലാം റൂട്ട് ലെറ്റേഴ്സ് ആണ്. ബിറൂഹിൽ ഖുദുസ്, പരിശുദ്ധാത്മാവിനെ കൊണ്ട്. റൂഹ് റോ വ ഹ, ഖുദുസ് ഖാഫ് ദാൽ സീൻ. വലൗ ഷാഅ, ഉദ്ദേശിച്ചെങ്കിൽ. ഷീൻ യ ഹംസ. അല്ലാഹു
മഖ്തതല പരസ്പരം ഷണ്ഠ കൂടുകയില്ലായിരുന്നു. ഖാഫ് ത ലാം. അല്ലദീന യാതൊരുത്തർ, മിൻ ബഅദിഹിം അവർക്ക് ശേഷമുള്ള, മിൻ ബഅദി ശേഷമായി, മാ ജാഅത്ഹും അവർക്ക് വന്നു കിട്ടിയതിന്റെ, ജാഅത്ഹും ജീം യ ഹംസ, അൽ ബയ്യിനാത്ത് വ്യക്തമായ തെളിവുകൾ. ബയ്യിനാത്ത് നമ്മൾ മുമ്പേ പറഞ്ഞ വാക്ക് തന്നെയാണ്. വലാകിൻ എന്നാൽ അല്ലെങ്കിൽ പക്ഷേ, ഇഖ്തലഫു അവർ ഭിന്നിച്ചു. ഖ ലാം ഫ റൂട്ട്. ഫമിൻഹും എന്നിട്ട് അവരിൽ, മൻ ആമന വിശ്വസിച്ചവർ, വമിൻ മൻ ആമന ഹംസ മീം നൂൻ വിശ്വസിക്കുക. ഓക്കെ, ആമന എന്നൊക്കെ പറയുന്നത് ഈ റൂട്ടിൽ നിന്ന് വരുന്നത്. വമിൻഹും അവരിൽ, മൻ കഫറ നിഷേധിച്ചവർ, കഫറ. വലൗ ഷാ അല്ലാഹു അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, വീണ്ടും ഷാ ഷാ എന്ന് പറയുന്ന വാക്ക് റിപ്പീറ്റ് ആണ്, അതുകൊണ്ടാണ് റൂട്ട് കൊടുക്കാതിരുന്നത്. മഖ്തതലു അവർ പരസ്പരം ഷണ്ഠ കൂടുകയില്ലായിരുന്നു. ഇതും റിപ്പീറ്റ് ആണ്. മഖ്തതലു ഇഖ്തതല എന്ന് പറയുന്ന വാക്ക് മുമ്പ് വന്നിട്ടുണ്ട് ഇതേ ആയത്തിൽ കേട്ടോ, അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. വലാകിന്ന എന്നാൽ, അല്ലാഹ അല്ലാഹു, യഫ്അലു അവൻ ചെയ്യുന്നു, ഫ ഐൻ ലാം, മാ യാതൊന്ന്, യുരീദു അവൻ ഉദ്ദേശിക്കുന്നു, റോ വാവ് ദാൽ. അപ്പം അത്രയാണ് വാക്കർത്ഥം. ഇനി നമുക്ക് തഫ്സീറിലേക്ക് പോവാം ഇൻഷാ അല്ലാഹ്. തിൽക്കർ റുസുൽ, തിൽക്കർ റുസുൽ എന്ന് പറയുന്നത് എന്താണ്? ആ റസൂലുകൾ. ഓക്കെ, ഫദ്ദൽന ബഅദഹും അലാ ബഅദ് അവരിൽ ചിലരെ നാം ചിലരേക്കാൾ ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മെസ്സഞ്ചേഴ്സ് അല്ലെങ്കിൽ ആ റസൂലുകളിൽ ചിലരെ ഞാൻ വേറെ ചിലരെക്കാൾ ശ്രേഷ്ഠമാക്കിയിട്ടുണ്ട്. തിൽക്ക എന്ന് പറഞ്ഞാല് അത് എന്നാണ് അർത്ഥം. ഓക്കെ, ദാലിക തിൽക്ക ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. തിൽക്ക എന്ന് പറഞ്ഞാൽ അത് എന്നാണ് അർത്ഥം. എന്താ ഒരു കാര്യത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത് എന്ന് പറയല്ലേ നമ്മള്. അപ്പം ഇവിടെ ഇപ്പൊ എന്തിനാണ് തിൽക്ക റസൂൽ എന്ന് പറഞ്ഞത്? തൊട്ടു മുമ്പുള്ള ആയതില് 252 ആയത്ത് എങ്ങനെയാ അവസാനിച്ചെന്ന് വെച്ചാൽ, വ ഇന്നക ലമിനൽ മുർസലീൻ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു പറയണേ, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയമായും നീ എന്താണ്? ലമിനൽ മുർസലീൻ, നീ മുർസലീങ്ങളിൽ പെട്ടവനാണ്. ഓക്കെ, അപ്പം ഏത് ആരാണ് ഇവിടെ തിൽക്കർ റസൂൽ എന്ന് പറയുന്നത്? അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു നിർത്തി വെച്ച ആ മുർസലുകളെ കുറിച്ചാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പം ആ റസൂലുകള് തിൽക്കർ റസൂൽ, അവരിൽ ചിലരെ ഞാൻ ചിലരേക്കാൾ ശ്രേഷ്ഠമാക്കി തെരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം ഈ ആയത്ത് ശരിക്കും കഴിഞ്ഞ ആയത്തിന്റെ അവസാനത്തു നിന്നും ഒരു കണ്ടിന്യൂഷൻ, ഒരു ഡയറക്റ്റ് കണക്ഷൻ ആയിട്ട് തുടങ്ങുന്നതാണ്. ഓക്കെ, ഇനിയിപ്പോ ഇത് മനസ്സിലാക്കാൻ അത് ഫുൾ അറിഞ്ഞിരിക്കണമെന്നൊന്നും ആരും ആലോചിച്ച് ബേജാറൊന്നും ആവൊന്നും വേണ്ട. ഇത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷെ ആ 2 ആയത്തുകൾ നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ഖലീൽ എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിൽട്ടർ ചെയ്ത് തെരഞ്ഞെടുക്കുന്ന കുറച്ച് ആളുകളുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഖലീൽ. അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സഹായിക്കും. അപ്പം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു രണ്ട് ക്ലാസ്സുകൾ കേട്ടാൽ നല്ലതായിരിക്കും. പക്ഷെ ഇന്നത്തെ ക്ലാസ് മനസ്സിലാക്കാൻ അത് കേൾക്കണമെന്നും പഠിക്കണമെന്നൊന്നും ആവശ്യമില്ല ഇൻഷാ അല്ലാഹ്. അപ്പൊ തിൽക്കർ റസൂൽ, റസൂൽ ഞാൻ പറഞ്ഞു, റസൂൽ എന്ന് പറഞ്ഞ വാക്കിന്റെ ബഹുവചനാണ്. അപ്പം അള്ളാഹു പറയാണ്, ഫദ്ദൽന ബഅദഹും അലാ ബഅദ് അവരിൽ ചിലരെ ഞാൻ ചിലരേക്കാൾ ശ്രേഷ്ഠമായി തെരഞ്ഞെടുത്തു. ഫദ്ദൽന, ഫദ്ദല യുഫദ്ദിലു തഫ്ദീൽ, ഫ ദാദ് ലാം ആണ് റൂട്ട്. ഫദ്ദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും എക്സ്ട്രാ. ഓക്കെ, സാധാരണ നോർമൽ ആയിട്ട് കൊടുക്കുന്നതിനേക്കാളും എക്സ്ട്രാ കൊടുക്കുന്നതിനാണ് ഫദ്ൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുപ്പീരിയോറിറ്റി എന്ന് പറയുന്നത്. ശ്രേഷ്ഠമായ, അതായത് മറ്റുള്ളവർക്ക് ഇല്ലാത്ത ഒരു ലെവൽ ഹൈ, അതിനാണ് ഫദ്ല് എന്ന് പറയുന്നത്. മാത്രമല്ല ഫദ്ൽ എന്നുള്ള വാക്ക് ഗിഫ്റ്റിനും ഉപയോഗിക്കാറുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് തന്നെ വല്ലാഹു ദുൽ ഫദ്ലിൽ അദീം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും. അപ്പം അള്ളാഹു എന്നാണ് ഒരുപാട് ശ്രേഷ്ഠമായത്, അത് ഓൺ ചെയ്യുന്ന ആളാണ് അള്ളാഹു. ഒരുപാട് അള്ളാഹുവിന്റെ അടുത്തുണ്ട്. അള്ളാഹു ഒരുപാട് ഗിഫ്റ്റുകൾ കൊടുക്കുകയും ചെയ്യും ആളുകൾക്ക്. മാത്രമല്ല ഈ കൊടുക്കുന്നത് അവരെ അർഹിക്കുന്നതൊന്നും ആയിക്കൊള്ളണം എന്നില്ല. സുബ്ഹാനല്ലാഹ്, സത്യം പറയണെങ്കിൽ അള്ളാഹു നമുക്ക് അധികമായിട്ട് തരുന്നതൊന്നും നമ്മൾ അർഹിക്കുന്നതേ അല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ അതൊന്നും അർഹിക്കുന്നില്ല. നമ്മൾ ആരാണ് നമുക്ക് എന്ത് അർഹതയാണ് അള്ളാഹു സുബ്ഹാനഹു തആല എടുത്തുനിന്ന് ഗിഫ്റ്റ് കിട്ടാനുള്ളത്? നമുക്കൊക്കെ പലതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട് ഒരുപാട്. ചിലർക്ക് വളരെ ശ്രേഷ്ഠമായിട്ട് മറ്റുള്ളവർക്കൊന്നും കൊടുക്കാത്ത പലതും അള്ളാഹു സുബ്ഹാനഹു തആല തന്നിട്ടുണ്ട്. എന്ത് അർഹതയാണ് നമുക്കുള്ളത്? നമുക്ക് അർഹതയില്ല പക്ഷെ അള്ളാഹിന്റെ കാരുണ്യാണ് ആ ഫദ്ൽ എന്ന് പറയുന്നത്. അള്ളാഹു ചിലരെ തെരഞ്ഞെടുക്കുകയാണ് അതുപോലെയുള്ള ഫദ്ലുകൾക്ക് വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്, മറ്റുള്ളവരെക്കാളും മേലെ.
മറ്റുള്ളവർക്ക് കൊടുക്കാത്ത തരത്തിലുള്ള ഒരു ശ്രേഷ്ഠത, കൊടുക്കാത്ത തരത്തിലുള്ള സുപ്പീരിയോറിറ്റി, കൊടുക്കാത്ത തരത്തിലുള്ള ഗിഫ്റ്റിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കണം. ഇവിടെ അള്ളാഹു പറയുന്നത് ചില റസൂലുകളെ ഞാൻ മറ്റുള്ളവരെക്കാളും മേലെ ശ്രേഷ്ഠമായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് എല്ലാവരും അവരുടെ പൊസിഷനിൽ, എല്ലാ റസൂലുകളും അവരുടെ പൊസിഷനിൽ ഈക്വൽ അല്ല. അള്ളാഹുവിന്റെ കാഴ്ചയിൽ ചിലരുടെ സ്റ്റേറ്റസ് വേറെ ചിലരെക്കാളും, ചിലരുടെ ഡിഗ്രി, ചിലരുടെ റാങ്ക് വേറെ ചിലരെക്കാളും ഇത്തിരി മേലെയാണ്. ഇങ്ങനെയാണ് അങ്ങനത്തെ ഒരു വ്യത്യാസം വരുന്നത് അല്ലെ. നമുക്ക് തന്നെ അറിയാം അള്ളാഹു സുബ്ഹാനഹു വ തആല ചില റസൂലുകളുടെ അടുത്ത് നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, മറ്റുള്ളവരുടെ നേരിട്ട് സംസാരിച്ചില്ല. ചിലർക്ക് അള്ളാഹു ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ചിലരെക്കാൾ ഇതുപോലെ പ്രത്യേകതകൾ കൊടുത്തിട്ടുണ്ട്. ചിലർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചില മുഅ്ജിസത്തുകൾ, സ്പെഷ്യൽ ആയിട്ടുള്ള മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട്, മറ്റുള്ളവർക്ക് കൊടുത്തിട്ടില്ല. ചിലരുടെ ദഅവ വളരെ സക്സസ്ഫുൾ ആയിരുന്നു, അവർ ഒരുപാട് ആളുകളെ ദീനിലേക്ക് ക്ഷണിച്ചിട്ട് ദീനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ വളരെ ചില ആൾക്കാരുടെ ദഅവ വളരെ എന്താ പറയുക, ഫെയിലിയർ, അവർ കഷ്ടപ്പെട്ട് അല്ലെ, 1-2 ആൾക്കാർ മാത്രം ഫോളോവേഴ്സ് ഉള്ള റസൂലുകളും വന്നിട്ടുണ്ട്. അവര് യൗമുൽ ഖിയാമയിൽ അവരുടെ ഫോളോവർ ആയിട്ട് ഒരാള് അല്ലെങ്കിൽ 2 ആള് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുകൾക്കിടയിൽ, മെസ്സഞ്ചേഴ്സിന് ഇടയിൽ തന്നെ ഈ ഒരു ഡിഫറൻസ് അള്ളാഹു ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഫദ്ദൽനാ ബഅദഹും അലാ ബഅദ്. സൂറത്ത് ഇസ്രായില് 55-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വലഖദ് ഫദ്ദൽനാ ബഅദൻ നബിയ്യീന അലാ ബഅദ് വആതൈനാ ദാവൂദ സബൂർ. തീർച്ചയായും പ്രവാചകന്മാരിൽ ചിലർക്ക് ചിലരേക്കാൾ നാം ശ്രേഷ്ഠത നൽകിയിട്ടുണ്ട്. ദാവൂദിന് നാം സബൂർ എന്ന വേദം നൽകുകയും ചെയ്തു ആണല്ലോ. അപ്പം അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം ചിലർക്ക് പ്രിഫറൻസ് കൊടുത്തത്? സുബ്ഹാനല്ലാഹ്. ചിലർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ക്വാളിറ്റീസ് അല്ലെ, ക്യാരക്ടറിസ്റ്റിക്സ്, ചിലർക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാത്ത സ്പെഷ്യൽ ഗിഫ്റ്റ്, എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ വ്യത്യാസം വരുത്തിയിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനമാണ്. അള്ളാഹിന്റെ തീരുമാനമാണ്. അതിന്റെ പിന്നിൽ അള്ളാഹ്ക്ക് ഹിക്മത്ത് ഉണ്ടാവും, എന്തെങ്കിലും ഒരു ഹിക്മത്ത് അല്ലെ. ഒരു പക്ഷെ നമുക്കറിയാത്ത ഒരു റീസൺ ഉണ്ടായേക്കാം. രണ്ടാമത്, അള്ളാഹു സുബ്ഹാനഹു വ തആല പൊതുവെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, സൃഷ്ടികളിൽ വൈവിധ്യം ഉണ്ട് അല്ലെ, വെറൈറ്റിയാണ് അള്ളാഹുവിന്റെ ക്രിയേഷൻസ്. സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ കുറച്ച് മുമ്പേ തന്നെ പറഞ്ഞു അല്ലെ, ഈ ക്ലാസിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ വെറൈറ്റീസ് ആണ്, അപ്പൊ എല്ലാവർക്കും ഈ ക്ലാസ് ഒരേപോലെ സെറ്റ് ആയിക്കോണമെന്നില്ല. അപ്പം അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറൈറ്റീസ് ആയിട്ടാണ് മനുഷ്യന്മാരെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഏത് 2 വ്യക്തികൾ എടുത്തു കഴിഞ്ഞാലും ഒരുപോലെയല്ല. ഈവൻ ഏറ്റവും ഐഡന്റിക്കൽ ആണെന്ന് നമ്മൾ വിചാരിക്കുന്ന 2 ട്വിൻസിനെ എടുത്തു കഴിഞ്ഞാലും അവരുടെ ഇടയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരാളുടെ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു എക്സ്ട്രാ പുള്ളിയോ, അതല്ലെങ്കിൽ ഒരാൾ കുറച്ചും കൂടെ വെളുത്തിട്ടോ, അല്ലെങ്കിൽ ഒരാളുടെ ലൈഫ് കുറച്ചും കൂടെ സക്സസ്ഫുള്ളോ ആയിരിക്കും അല്ലെ. ഒരാൾ ഭയങ്കര ഹെൽത്തി ആയിരിക്കും സുബ്ഹാനല്ലാഹ്, അല്ലെങ്കിൽ ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും അയാളുടെ ജീവിതത്തിൽ, ഒരാൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവും. ഇവൻ നമ്മളുടെ കയ്യിൽ അല്ലെ, ഒരു കൈ എടുത്ത് അതിനകത്തുള്ള 5 ഫിംഗേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ അത് ഒരുപോലെയല്ല. ഒരൊറ്റ കയ്യിൽ 5 ഫിംഗേഴ്സ് ഒരേ സൈസ് അല്ല, ഒരേ ഷേപ്പ് അല്ല. മരങ്ങൾ എടുത്തു നോക്കുക, ഒരേ ടൈപ്പിൽ കട്ട മരങ്ങൾ. അതായത് ഇപ്പൊ നമ്മൾ മാവ് എടുക്കുകയാണ് അല്ലെ, ഏതെങ്കിലും ഒരു ടൈപ്പ് മാങ്ങ തരുന്ന ഒരു മാവ്, ഓക്കെ, ആ മാവ് ഇപ്പൊ നമ്മുടെ വീട്ടിൽ 3 ഉണ്ടെങ്കിൽ അത് 3ന്റെയും സ്ട്രക്ചർ വേറെ വേറെ ആയിരിക്കും, ഇലകൾ വേറെ, എണ്ണം വേറെ വേറെ ആയിരിക്കും, ബ്രാഞ്ചസ് വേറെ വേറെ എണ്ണായിരിക്കും. അപ്പം ഒരേപോലെ എന്ന് അവകാശപ്പെടുന്ന 2 കാര്യങ്ങൾ പോലും അള്ളാഹു വ്യത്യസ്തമാക്കിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ചെടികളും മരങ്ങളും സീസണുകൾ അല്ലെ, എല്ലാം ഡിഫറെന്റ് ആണ്. സുബ്ഹാനല്ലാഹ്. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലുള്ള ഭംഗിയും. സുബ്ഹാനല്ലാഹ്. എല്ലാം ഒരുപോലെ ആയിരുന്നെങ്കിൽ അല്ലെ നമുക്ക് തന്നെ മടുത്തു പോകായിരുന്നു അല്ലെ. നമ്മളൊരു ഷോപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് പല വെറൈറ്റി ഡ്രസ്സുകൾ നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടാവുന്നതാവില്ല നമ്മളുടെ അപ്പുറത്തെ വീട്ടിലുള്ളവർ വരുമ്പോൾ എടുക്കുന്നത് അല്ലെ. നമുക്ക് അവരുടെ ചോയ്സ് ആണ്, ഇതെന്താ എന്നൊക്കെ തോന്നും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറൈറ്റീസ് ആയിട്ടാണ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. മനുഷ്യന്മാരുടെ ഇഷ്ടങ്ങളും വെറൈറ്റീസ് ആയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ. എനിക്ക് ഇഷ്ടമുള്ള സാധനം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിനെ എൻജോയ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ഈ ലോകത്തിനെ എൻജോയ് ചെയ്യുന്നത്. അള്ളാഹ് എല്ലാം ഒരേ കളറിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ട്, അല്ലെങ്കിൽ ബ്രൗൺ മാത്രം ആക്കിയിട്ട്, അല്ലെങ്കിൽ ബീജ് മാത്രം ആക്കിയിട്ട്, അല്ലെങ്കിൽ പിങ്ക് മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ കളർ ഇഷ്ടമില്ലാത്തവർക്ക് അതിനെ എൻജോയ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അള്ളാഹു സൃഷ്ടിപ്പും വെറൈറ്റി ആക്കി അല്ലെ. ആ സൃഷ്ടിപ്പിനെ എൻജോയ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ചുറ്റുപാടും അല്ലെ പല കളേഴ്സും, പല കോൺട്രാസ്റ്റും, പല ടെക്സ്റ്റേഴ്സും, പല മെറ്റീരിയലുകളും അല്ലെ. ഇപ്പൊ ഇവൻ ഡ്രസ്സ് തന്നെ എടുക്കുമ്പോൾ ചിലർക്ക് കോട്ടൺ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഇപ്പൊ അബായ തന്നെ എടുക്കുമ്പോൾ ചിലർക്ക് നിതയായിരിക്കും ഇഷ്ടം, ചിലർക്ക് സൂം ആയിരിക്കും ഇഷ്ടം അല്ലെ. അത് വെറൈറ്റീസ് അള്ളാഹു തന്നിട്ടുണ്ട്, നമ്മളെ അള്ളാഹു വെറൈറ്റി ആക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ലോകത്തിനെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ ലോകത്തിന് ഒരു ബ്യൂട്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്.
അള്ളാഹുവിന്റെ സൃഷ്ടികളെ നമുക്ക് കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. ആൻഡ് അതിനേക്കാളും അപ്പുറം അള്ളാഹിന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതിലൂടെ, അല്ലെ? നമ്മൾ വിചാരിച്ചാൽ നടക്കും ഇങ്ങനെ അള്ളാഹുവിന്റെ ഇൽമ് അല്ല അലീമാണെന്ന്, അല്ലെ? അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അള്ളാഹുവിന്റെ കപ്പാസിറ്റി, സൃഷ്ടി വൈഭവം അല്ല ഖാലിഖ്, അല്ലെ? സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹുവിന്റെ ആ ഒരു കഴിവിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്നത് അള്ളാഹുവിന്റെ ക്രിയേഷൻസിലൂടെയാണ്. കാരണം നമ്മളുടെ ക്രിയേറ്റിവിറ്റിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇപ്പം നമ്മൾ ഇതുപോലെ ഫ്ലയേഴ്സ് ഒക്കെ ഷെയർ ചെയ്യാറുണ്ട്, അല്ലെ? ക്ലാസ്സസ് വരുമ്പോൾ കുഞ്ഞു കുഞ്ഞു ഫ്ലയേഴ്സ്, പോസ്റ്റേഴ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ എത്ര ഫ്ലയേഴ്സ് ഉണ്ടാക്കി കഴിഞ്ഞാലും അതിനകത്ത് നമ്മൾ മുമ്പേ ചെയ്ത എന്തെങ്കിലും ആയിട്ടൊരു ബന്ധം, അല്ലെ? അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ചെയ്തത് കണ്ടതുമായിട്ടുള്ള ഒരു ബന്ധം അതിനുണ്ടാവും. നമുക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. സുബ്ഹാനല്ലാഹ്. അള്ളാന്റെ അത്രയും ഫ്രഷ് ആയിട്ടുള്ള ക്രിയേറ്റിവിറ്റി ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റൂല. നമ്മൾ ചെയ്യുന്നതെല്ലാം ഒന്നെങ്കിൽ നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള, അല്ലെ, നമ്മൾ ഇമാജിൻ ചെയ്തിട്ടുള്ള കാര്യവുമായിട്ട് ബന്ധപ്പെട്ടതേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഒരു ഡോക്യുമെന്ററി, ഒരു ആർട്ടിക്കിൾ എന്തോ പറയുന്നുണ്ട്, അതായത് ഒരു ഗ്രൂപ്പ് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരും, ഓക്കെ, അവരുടെ ക്രിയേറ്റിവിറ്റി ടെസ്റ്റ് ചെയ്യാം. അപ്പം എല്ലാവരെയും ഒരേ സ്ഥലത്ത് കൂടെ, അതായത് ഒരു യാത്ര കൊണ്ടുപോകും, ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക്, എന്നിട്ട് കുറെ കാര്യങ്ങൾ അവരുടെ അടുത്തൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറയും. അപ്പൊ അവർ പോണ വഴിക്ക് കുറെ സൈനുകളും കുറെ ബിൽ ബോർഡുകളും ചെടികളും മരങ്ങളും ബിൽഡിങ്ങും ഒക്കെ കാണും, ആ സ്ട്രീറ്റുകളൊക്കെ കാണും. എന്നിട്ട് അവർ വന്നു കഴിയുമ്പം അവരുടെ അടുത്ത് ഇത് വരയ്ക്കാൻ പറയും. എല്ലാവരും അവനവന്റെ ഇമാജിനേഷനിലാണ് വരയ്ക്കുന്നത്, വേറെ വേറെ മാറിയിരുന്നിട്ട്. പക്ഷെ അവരെല്ലാം വരച്ചു കഴിഞ്ഞപ്പം എല്ലാം എവിടേക്കോ സിമിലർ ആണ്. എന്തുകൊണ്ടാ? കാരണം ഇവരെല്ലാം കണ്ട സെയിം ഇമേജസ്, സെയിം സീനുകൾ, അല്ലെ? ഇതൊക്കെ ഇവരെ എഫക്ട് ചെയ്ത് റിസൾട്ടിലേക്ക് വന്നപ്പം എല്ലാം ഏകദേശം ഒരുപോലെ ഉണ്ട്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു തആല വെറൈറ്റീസ് ആണ് ഉണ്ടാക്കുന്നത്, അല്ലെ? മനുഷ്യന്മാരുടെ ഫൈനൽ പ്രോഡക്റ്റിനെ, മനുഷ്യന്മാരുടെ ക്രിയേറ്റിവിറ്റിനെ അവർ കണ്ട കാര്യങ്ങളും കേട്ട കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് റിഡൻഡന്റ്, അതായത് റിപ്പീറ്റേഷൻ ആയിരിക്കും വർക്ക്. എത്ര തന്നെ വെറൈറ്റി എന്ന് പറഞ്ഞാലും റിപ്പീറ്റേഷൻ ആയിരിക്കും. പക്ഷെ അള്ളാന്റെ വെറൈറ്റി എന്ന് പറയുന്നത് സുബ്ഹാനല്ലാഹ് ഇൻകംപാരബിൾ. നമുക്ക് ഒന്നിനെയും കമ്പയർ ചെയ്യാൻ പറ്റൂല അതുമായിട്ട്. അള്ളാന്റെ പെർഫെക്റ്റ് അറിവിനെയാണ് അത് കാണിക്കുന്നത്, അള്ളാഹിന്റെ പെർഫെക്റ്റ് കഴിവിനെയാണ് അത് കാണിക്കുന്നത്. അപ്പം അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വെറൈറ്റി എന്ന് പറയുന്നത് റസൂലുകളുടെ കാര്യത്തിൽ വേറൊരു റീസൺ ആണ്. റസൂലുകളുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല വെറൈറ്റി കീപ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഓക്കെ, അതായത് അവരും സുബ്ഹാനല്ലാഹ് എല്ലാവരും ശ്രേഷ്ഠരാണ്, അല്ലെ? പക്ഷെ അവരിൽ ചിലരെ അള്ളാഹു ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കി. ചിലർക്ക് അള്ളാഹു ഒരാൾക്ക് കൊടുക്കാത്ത കഴിവ് അള്ളാഹു കൊടുത്തു. അപ്പം റസൂലുകളുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു തആല വെറൈറ്റി കീപ്പ് ചെയ്തു. സുബ്ഹാനല്ലാഹ്. ആ ഭംഗി, ആ എൻജോയ്മെന്റ് അവരിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളിലേക്ക് എത്തിച്ചു. പക്ഷെ അതിനർത്ഥം ഒരാള് വേറൊരാളെ കമ്പയർ ചെയ്യുമ്പോൾ മോശമാണെന്ന് ഉള്ളതല്ല. അള്ളാഹു തെരഞ്ഞെടുത്തവരാണ് എല്ലാ പ്രവാചകന്മാരും, എല്ലാ റസൂലുകളും. അള്ളാഹു തെരഞ്ഞെടുത്താണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ, മനുഷ്യ സൃഷ്ടികളിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ് എല്ലാ റസൂലുകളും. സുബ്ഹാനല്ലാഹ്. പക്ഷെ ചിലർക്ക് ഇല്ലാത്ത എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അള്ളാഹു ചിലരെ വേറെ ചിലരേക്കാൾ വ്യത്യസ്തമായിട്ട് തെരഞ്ഞെടുത്തിരുന്നു. ഫദ്വൽനാ ബഅദഹും അലാ ബഅദ് മിൻഹും, അവരിൽ നിന്ന്. ഓക്കെ, ഈ മെസ്സഞ്ചേഴ്സിൽ നിന്ന്, ഈ റസൂലുകളിൽ നിന്ന് ചിലര്, അതായത് അവരിൽ നിന്ന് ചിലരെന്താണ്, മൻ കല്ലമ അല്ലാഹ്, അള്ളാഹു സംസാരിച്ചവരാണ്. കല്ലമ യുകല്ലിമു തക്ലീം, കാഫ് ലാം മീം ആണ് റൂട്ട്. കലിമ എന്നാണ് ആ ഒരു വാക്ക്. കെലിമയിൽ നിന്നാണ് കെലമ എന്ന. കെലിമ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്താവന. കെല്ലമ എന്ന് പറഞ്ഞാൽ അവൻ സംസാരിച്ചു. ഓക്കെ, അപ്പം ഈ റസൂലുകളിൽ ചില റസൂലുകൾ ഉണ്ടായിരുന്നു. അവരോട് അള്ളാഹു സുബ്ഹാനഹു തആല സംസാരിച്ചവര്. അള്ളാഹു ഡയറക്റ്റ് അള്ളാഹുവിന്റെ സംസാരം കേട്ട റസൂലുമാരുണ്ടായിരുന്നു, അല്ലെ? സുബ്ഹാനല്ലാഹ്, റസൂലുകൾ ഉണ്ടായിരുന്നു. അപ്പം ജിബ്രീലിലൂടെയോ അല്ലെങ്കിൽ മറ്റു മലക്കിലൂടെയോ ഒന്നും അല്ലാതെ ഡയറക്റ്റ് സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചവർ ആരാന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലെ? യാതൊരു ഇന്റർമീഡിയറ്റും ഇല്ലാതെ അള്ളാഹു സംസാരിച്ച ഒരു പ്രവാചകനാണ് മൂസ അലൈഹിസ്സലാം. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. വകല്ലമ അല്ലാഹു മൂസ തക്ലീമ. അള്ളാഹു ഓ മൂസ എന്ന് പറഞ്ഞിട്ട്, യാ മൂസ എന്ന് പറഞ്ഞിട്ട് മൂസന്റെ അടുത്ത് ഡയറക്റ്റ്, അല്ലെ, തൂർ മലയിൽ വെച്ചിട്ട് സംസാരിച്ച കാര്യം ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് യാത്രയിൽ സുബ്ഹാനല്ലാഹ് അള്ളാഹു നേരിട്ട് സംസാരിച്ചു. കാരണം സ്വർഗത്തിന്റെ ഓരോ ലെവലുകൾ ഇങ്ങനെ താണ്ടി പോയപ്പോൾ ഒരു പോയിന്റിൽ എത്തിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതിന്റെ മേലേക്ക് എനിക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഡയറക്റ്റ് പോയി അള്ളാഹുമായിട്ട് സംസാരിച്ചു എന്നാട്ടോ പറഞ്ഞത്.
അപ്പം മിൻഹും മൻ കല്ലമല്ലാഹ്, അപ്പൊ അവരിൽ ചിലരുണ്ട് ആര് അള്ളാഹു ഡയറക്റ്റ് സംസാരിച്ചവര്. അത് അള്ളാഹുവിന്റെ സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് അല്ലെ. കുറച്ച് റസൂലുകൾക്ക് മാത്രം അള്ളാഹു കൊടുത്തിട്ടുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. ഉയർത്തുക എന്നർത്ഥം. ഓക്കെ, റേസ് ചെയ്യാം. ബഅദഹും അവരിൽ ചിലരെ, ഓക്കെ, ചില മെസ്സഞ്ചേഴ്സിനെ. എങ്ങനെ, എന്തിലാണ് ഉയർത്തിയത്? ദറജാത്ത്, അവരുടെ റാങ്കുകളിൽ, അവരുടെ പൊസിഷൻ അള്ളാഹു ഉയർത്തി. ഓക്കെ, ദറജാത്ത് എന്ന് പറയുന്നത് ദറജയുടെ പ്ലൂറലാണ്. ദറജ എന്ന് പറഞ്ഞാൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു റാങ്ക് അല്ലെങ്കിൽ ഒരു പൊസിഷൻ, ലെവൽ എന്നൊക്കെ പറയാം. ദാൽ റോ ജി. അപ്പൊ ചില റസൂലുകൾക്ക് അവരുടെ ഡിഗ്രി അള്ളാഹു സുബ്ഹാനഹു വ തആല ഉയർത്തി കൊടുത്തു. ഇഹലോകത്തും പരലോകത്തും. ഓക്കെ, ഇവിടെയും അവിടെയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തിയിട്ടുണ്ട്. ഇതും ഇസ്രാ യാത്രയെ കുറിച്ച് പറയുന്ന ഒരു ഹദീസ് ഉണ്ട് അല്ലെ. ആ ഹദീസിനകത്ത് ഇത് എക്സ്പ്ലിസിറ്റ് ആയിട്ട് വരുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്രാ യാത്രയ്ക്ക് വേണ്ടി പോയപ്പം സ്വർഗത്തിലെ ഓരോ ലെവലുകൾ താണ്ടിയപ്പം ഒന്ന് കഴിഞ്ഞ് ഒന്നായിട്ട് കയറുമ്പോൾ അവിടെ വെച്ച് പല നബിമാരെ കണ്ടതായിട്ട്. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഏഴാം സ്വർഗത്തില്, മൂസ അലൈഹി ഇസ്ലാമിനെ 6-ാം സ്വർഗത്തില്, ഹാറൂൻ അലൈഹി ഇസ്ലാമിനെ 5-ാം സ്വർഗത്തില്, ഇദ്രീസ് അലൈഹി ഇസ്ലാമിനെ 4-ാം സ്വർഗത്തില്, അങ്ങനെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഓരോ പ്രവാചകന്മാർക്കും സ്വർഗത്തില് പല ദറജകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇനി ഭൂമിയിലും അവർക്ക് ദറജകൾ വ്യത്യാസം ഉണ്ടായിരുന്നു അല്ലെ. സുബ്ഹാനല്ലാഹ്. ഭൂമിയിൽ പല രീതിയിൽ അവർക്ക് ദറജകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാ പ്രവാചകന്മാരെയും അപേക്ഷിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ വളരെ ഹൈ ആണ്. കാരണം എന്താണ്? പല കാരണങ്ങളാണ്. അതിനകത്ത് ഒന്നാമത്തേത് നമ്മൾ പറയുകയാണെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് ആളുകളിലേക്ക് മാത്രം അയച്ച ഒരു പ്രവാചകനല്ല അല്ലെ. അദ്ദേഹത്തിന്റെ ആൾക്കാരിലേക്ക് മാത്രം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു നാട്ടിലുള്ള ആ ഒരു കാലഘട്ടത്തിലെ ആളുകളുടെ അടുത്തേക്ക് മാത്രം അയച്ച പ്രവാചകനല്ല. പക്ഷെ മനുഷ്യരാശിക്ക് മൊത്തം അല്ലെ, ലോകം അവസാനം വരെ അല്ലെ, ഏത് കാലഘട്ടത്തിലെയും ഏത് ടൈപ്പ് ഏത് സമൂഹത്തിലെയും ആളുകൾക്ക് വേണ്ടി അയച്ചിട്ടുള്ള പ്രവാചകനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂസ അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലിലേക്കാണ് അയച്ചത്. ഈസ അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലിലേക്കാണ് അയച്ചത്. ദാവൂദ് അലൈഹി ഇസ്ലാമിനെ ബനു ഇസ്രായേലിലേക്കാണ് അയച്ചത്. അതൊക്കെ ഓരോ കാലഘട്ടത്തില് അവരുടെ ആളുകളിലേക്ക്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ എല്ലാ കാലത്തെയും എല്ലാ ആളുകളിലേക്കും വേണ്ടിയിട്ട് അയച്ചിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം അവിടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്താണ് അല്ലെ. ഇനി വേറൊരു റീസൺ നോക്കുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാത്തമുൻ നബി ആയിരുന്നു അല്ലെ. പ്രവാചകത്വത്തിന്റെ സീല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അതിനുശേഷം പിന്നെ ഒരു പ്രവാചകൻ വരാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് പ്രവാചകന്മാരൊന്നും അക്കംപ്ലിഷ് ചെയ്യാത്ത അല്ലെങ്കിൽ ചെയ്ത് തീർക്കാത്ത കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് തീർത്തിട്ടുണ്ട്. എന്ത്? ദീനിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം മുമ്പുള്ള ജനതയ്ക്ക് അവരുടെ പ്രവാചകനെ അവരെ എതിർത്ത് കഴിഞ്ഞാൽ, റിജക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിശ്വസിച്ച് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പണിഷ് ചെയ്തിട്ട് ഇല്ലാണ്ടാക്കി തീർത്തിട്ടുണ്ട് അല്ലെ. നൂഹ് അലൈഹി ഇസ്ലാമിന്റെ ജനത, ലൂത്ത് അലൈഹി ഇസ്ലാമിന്റെ ജനത, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ജനത, ആ ഒരു ജനതയെ അല്ലാഹു സുബ്ഹാനഹു വ തആല കംപ്ലീറ്റ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അവരുടെ പ്രവാചകന്മാരിൽ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനതയിലേക്ക് വന്നപ്പോൾ ആളുകളെ ഫുൾ നശിപ്പിച്ച് ഇല്ലാതാക്കിയില്ല. പകരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ എതിർപ്പുകളുടെ ഒക്കെ ഇടയിലും ആ ദീനിനെ സുബ്ഹാനല്ലാഹ് എസ്റ്റാബ്ലിഷ് ചെയ്യുകയുണ്ടായി. സുബ്ഹാനല്ലാഹ് അല്ലെ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ദറജ, ഒരു പ്രത്യേകതയായിരുന്നു ദീൻ എസ്റ്റാബ്ലിഷ് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു, പെർഫെക്റ്റ് ചെയ്തു എന്നുള്ളത്. എന്തൊക്കെ എതിർപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും അല്ലെ, വിശ്വാസികൾ അവരെ പണിഷ് ചെയ്തിട്ടുണ്ട്, യുദ്ധങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റൊരു പ്രവാചകനും സക്സസ്ഫുൾ അല്ലാത്ത രീതിയിൽ ദീൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന രീതിയിൽ സക്സസ്ഫുൾ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്ത ഈ ഒരു ആയത്തുണ്ട് അല്ലെ, അൽ-യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ദീനിനെ കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നു അല്ലെ. അക്മൽതു, കാമിൽ, കംപ്ലീറ്റ് ആക്കി. അത്മംതു അലൈക്കും നിഅമതി, എന്റെ മേലുള്ള അനുഗ്രഹത്തിനെ ഞാൻ പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ടായിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെ. അതേപോലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായം കൊണ്ട് ഫത്ഹ് വന്നിട്ടുണ്ട് അല്ലെ, വിജയം വന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ദറജ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറ്റുള്ളവരെക്കാൾ മേലെയാണ്. അതുപോലെ വേറെ ഒരു പ്രത്യേകത പറയാനുള്ളത്, പരലോകത്ത് സ്വർഗത്തില് വസീല, സുബ്ഹാനല്ലാഹ്, സ്വർഗത്തിലെ ഏറ്റവും ഹയസ്റ്റ് റാങ്ക് ആണ് വസീല എന്ന് പറയുന്നത്. അത് അള്ളാഹു ഒരേ ഒരു അടിമക്ക് വേണ്ടി മാത്രം റിസർവ് ചെയ്തിട്ടുള്ളത്, ഒരൊറ്റ അടിമക്ക്. സുബ്ഹാനല്ലാഹ്. നമുക്കറിയാം ജന്നാത്തുൽ ഫിർദൗസ് നമ്മളൊക്കെയും ആഗ്രഹിക്കാറുണ്ട്, ദുആ ചെയ്യാറുണ്ട് അല്ലെ.
അപ്പം അള്ളാഹുവിന്റെ ഒരുപാട് അടിമകൾക്ക് അവിടെ പോകാനുള്ള അവസരമുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ദുആ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ യൗമുൽ ഖിയാമയിലെ 7 തരത്തിൽപ്പെട്ട ആളുകൾക്ക് അള്ളാഹുവിന്റെ അർഷിന്റെ തണലുണ്ടാവുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെയും കുറെ ആളുകൾക്ക് പോകാൻ പറ്റും. പക്ഷെ വസീല എന്ന് പറയുന്ന ആ ഒരു ദറജ, ആ ഒരു പൊസിഷൻ ഒരേ ഒരാൾക്കേ കൊടുക്കാൻ പറ്റുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിനകത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട്, എന്ത്, അർജു അൻ അകൂന അന ഹുവ, എന്താണ്, ആ ഒരാൾ ഞാനാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഒരേ ഒരു അടിമയ്ക്ക് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ച ആ ഒരു പൊസിഷൻ, ആ ഒരു സ്റ്റേറ്റസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ഹദീസിനകത്ത്. സ്ക്രീൻ ഷെയറിംഗ് പോയോ? ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ വസീലയുടെ കാര്യത്തിൽ ഒരു ഹദീസ് ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അല്ലെ. അത് ഒരു മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടില്ലേ, അല്ലാഹു അക്ബർ, അതായത് ലൈവ് ആയിട്ടുള്ള ബാങ്കുകൾ പള്ളികളിൽ നിന്ന് മുഅദ്ദിൻ കൊടുക്കുന്നത്, ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ നമുക്കറിയാം എങ്ങനെയാണ് ബാങ്കിന് മറുപടി പറയേണ്ടത്. അതൊന്നും ഞാനിപ്പോ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അങ്ങനെ ബാങ്ക് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ബാങ്കിന് മറുപടി പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്ത്, അല്ലെ, സ്വലാത്ത്, നിങ്ങൾ ബാങ്ക് കേട്ട മുഅദ്ദിൻ പറയുന്നത് കേട്ടാൽ നിങ്ങൾ അത് ഏറ്റു പറയുക. ശേഷം എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ. ഏത് ഫോമാറ്റ് ആണെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലുക. ആരെങ്കിലും എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ അത് മുഖേന അള്ളാഹു അവന്റെ മേൽ 10 അനുഗ്രഹങ്ങൾ വർഷിക്കും. തുടർന്ന് എനിക്ക് വസീല കിട്ടാൻ വേണ്ടി നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം അല്ലെ, ബാങ്കിന് ശേഷമുള്ള സുന്നത്തായ ദുആ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തഅമ, ആ ദുആയിലൂടെ നിങ്ങൾ എനിക്ക് വസീലക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്, അത് സ്വർഗത്തിലെ ഒരു സ്ഥാനമാണ്, അള്ളാഹുവിന്റെ ദാസന്മാരിൽ ഒരാൾക്ക് മാത്രമേ അതിന് അവകാശമുള്ളൂ, ആ ഒരാൾ ഞാൻ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്, ഫമൻ സഅലലി അൽ വസീലത ഹല്ലത് ലഹു ശഫാഅ, ആർ എനിക്ക് വസീലത്ത് ചോദിക്കുന്നുവോ അവന് ഷഫാഅത്ത് ലഭിക്കും. നമുക്ക് ഷഫാഅത്ത് വേണ്ട ആളുകളാണല്ലേ, ആർക്കാ ഷഫാഅത്ത് വേണ്ടാത്തത്? എന്നാൽ നമ്മളോ ഈ ബാങ്ക് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്, എല്ലാവരും അവനവന്റെ അടുത്ത് തന്നെ ചോദിച്ചു നോക്കുക. സുബ്ഹാനല്ലാഹ്. നമ്മൾ അല്ലെ, നമ്മളുടെ എന്തെങ്കിലും ഒരു സംസാരത്തിലായിരിക്കും, അല്ലെങ്കിൽ ബോധമില്ലാണ്ട് എന്തെങ്കിലും ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, എന്തൊക്കെയാ ചെയ്യുന്നത്, നമ്മളെ ചിന്തകളിൽ മുഴുകിയിരിക്കുകയായിരിക്കും, അടുക്കളയിലായിരിക്കും. പലപ്പോഴും ബാങ്ക് നമ്മുടെ ചെവിയിൽ കേട്ടാൽ പോലും നമ്മൾ മറുപടി കൊടുക്കാറില്ല. അപ്പം ഇത് ഒരേ ഒരു സ്ഥാനം, ഒരേ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കരുതി വെച്ചിരിക്കുന്ന വസീല എന്ന ഒരു സ്ഥാനം, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കാണ്. അതിനു വേണ്ടി ചോദിക്കുന്നവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഫാഅത്ത് ലഭിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം പല രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദറജ അല്ലെ മറ്റുള്ളവരെക്കാൾ ഉയർത്തിയിട്ടുണ്ട്. അതുപോലെ ഓരോ പ്രവാചകന്മാർക്കും ഇതുപോലെ അള്ളാഹു പല രീതിയിൽ ദറജ ഉയർത്തിയിട്ടുള്ള പല പ്രവാചകന്മാരും ഉണ്ട്. അപ്പം ഫദ്ദൽനാ ബഅദഹും അലാ ബഅദിൻ മിൻഹും മൻ കല്ലമ അല്ലാഹു വറഫഅ ബഅദഹും ദറജാത്ത്. അത് ഇപ്പം ഇങ്ങനെയൊക്കെ പറയുമ്പം അള്ളാഹു ചിലർക്ക് സ്പെഷ്യൽ റാങ്ക് കൊടുത്തു, സ്പെഷ്യൽ ക്വാളിറ്റി കൊടുത്തു എന്ന് പറയുമ്പം ഒരിക്കലും നമ്മൾ അതല്ലാത്ത ആൾക്കാരെ ഡിസ്മിസ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അവരത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തോന്നുക നമുക്ക് പാടില്ല. കാരണം ഓരോ പ്രവാചകന്മാരും ഓരോ റസൂലുകളും എന്തായിരുന്നു, വളരെ മഹാന്മാരായിരുന്നു. അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഏറ്റവും ബെസ്റ്റ് അബദുകളായിരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്തതായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർക്ക് പൊസിഷനിലെ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ നമ്മളെല്ലാവരെയും റെസ്പെക്ട് ചെയ്യണം. മാത്രമല്ല നമ്മൾ അവരെ കമ്പയർ ചെയ്യാന്നുള്ളത് ചെയ്യാൻ പാടേയില്ല. അതായത് നമുക്ക് പറയാം, ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇന്ന ദർജ ഉണ്ടായിരുന്നു, ഈസാ അലൈഹി ഇസ്ലാമിന് ഇന്ന ദർജ ഉണ്ടായിരുന്നു, മൂസാ അലൈഹി ഇസ്ലാമിന് ഇന്നതുണ്ടായിരുന്നു, അതൊക്കെ നമുക്ക് പറയാം. പക്ഷെ കമ്പയർ ചെയ്തിട്ട് ഒരാൾ ഒരാളേക്കാൾ താഴെയാണെന്നുള്ളത്, അല്ലെങ്കിൽ ഈവൻ ഒരാൾ ഒരാളേക്കാൾ മേലെയാന്ന് പറയുമ്പോൾ സ്വാഭാവികമായും മറ്റേ ആൾ താഴെയായില്ലേ, അങ്ങനെ പറയാൻ നമുക്ക് പാടില്ല. ഓക്കെ, ഇന്ന ആളാണ് ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ആൾക്കാണ് കൂടുതൽ ഇതുള്ളത് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേ ആൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ താഴ്ത്തുകയാണ്, അത് നമുക്ക് അനുവദനീയമല്ല. ഇത് ഇതേപോലെ സഹീഹ് മുസ്ലിമിലും ബുഖാരിയിലും വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് ഉണ്ട്. അതായത്
ഒരു ആർഗ്യുമെന്റ്, ഒരു മുസ്ലിം ഒരു വ്യക്തിയും ഒരു ജൂതനും തമ്മിൽ ഒരു പ്രശ്നം, ഒരു സംസാരത്തിന്റെ പ്രശ്നത്തിന്റെ പേരിൽ ആർഗ്യുമെന്റ് നടക്കും. ഓക്കെ, അപ്പം ജൂതൻ മൂസ അലൈഹി ഇസ്ലാമിന്റെ സുപ്പീരിയോറിറ്റി, അതായത് മൂസ അലൈഹി ഇസ്ലാം ലോക ജനതയുടെ ഒക്കെ കാളും മേലെയാണ്, ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞിട്ട്, അതായത് മൂസ അലൈഹി ഇസ്ലാമിന് ആ ശ്രേഷ്ഠത കൊടുത്ത അള്ളാഹു ആണ് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് പറയും. അപ്പം ഇത് കേട്ടപ്പം മുസ്ലിം ഉള്ള വ്യക്തി അയാൾക്ക് ദേഷ്യം വരും. അതെങ്ങനെയാ പറയാൻ പറ്റുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും മേലെയാണെന്നാണോ പറയുന്നത് എന്ന് ചോദിക്കും. മൂസ അലൈഹി ഇസ്ലാമിന് അത്രയും ഇതുണ്ടെന്നാണോ പറയുന്നത് ചോദിച്ചിട്ട് അയാളെ മുഖത്തടിക്കും. ഓക്കെ, അപ്പം ഇയാൾ ബേസിക്കലി വാദിക്കാൻ ശ്രമിക്കുന്നത് മൂസ അലൈഹി ഇസ്ലാമിന്റെ മേലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്. അങ്ങനെ ഇത് കണ്ടപ്പോൾ ഈ ജൂതനായിട്ടുള്ള മനുഷ്യന് ദേഷ്യം വരും. അയാൾ പറഞ്ഞു, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോകാം. സുബ്ഹാനല്ലാഹ്. പറയുകയാണെങ്കിൽ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിച്ച ആളല്ല, ജൂതനാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വാസം, ട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്താണ്, ഈ ഒരു പ്രശ്നം കൊണ്ടുവന്ന ഒരു പരിഹാരം കിട്ടും എന്നുള്ളത്. ഓക്കെ, അങ്ങനെ കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലും. അപ്പൊ ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ദേഷ്യം വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, ലാ തുഫദ്ദലു ബൈന അംബിയാ ഇല്ല, പ്രവാചകന്മാർക്കിടയിൽ നിങ്ങൾ ശ്രേഷ്ഠത കൊണ്ട് വിവേചനം കാണിക്കരുത്. അപ്പം നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഇന്ന ആള് ശ്രേഷ്ഠനാണ് എന്ന് പറഞ്ഞ വേറൊരാള് അതിനേക്കാൾ കുറവാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയാൻ പാടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറയുന്നുണ്ട് അതില്, അതായത് യൗമുൽ ഖിയാമയിൽ എല്ലാവരും അബോധാവസ്ഥയിലായിരിക്കും അല്ലെ. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തരെ ആയിട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കും. അപ്പം ഞാനായിരിക്കും ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കും ഏറ്റവും ആദ്യം ഉയർത്തെഴുന്നേൽക്കുന്നത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉയർത്തെഴുന്നേൽക്ക് നിൽക്കുമ്പോൾ കാണാം മൂസ അലൈഹി സ്വലാം അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അർശ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പക്ഷെ എനിക്കറിയില്ല മൂസ അലൈഹി സ്വലാം എന്റെ തൊട്ട് മുന്നേ ഉയർത്തെഴുന്നേറ്റതോ അതോ ഈ ആളുകൾ മുഴുവനും ഉറങ്ങുന്ന കാലത്ത് അല്ലെങ്കിൽ അബോധാവസ്ഥയിലായിരിക്കുന്ന കാലത്ത് അത്രയും മൂസ അലൈഹി ഇസ്ലാം ഉണർന്നിരിക്കുകയായിരുന്നു. അതായത് മൂസ അലൈഹി ഇസ്ലാം എന്നെക്കാളും ശ്രേഷ്ഠനാണോ എന്ന് എനിക്ക് അപ്പൊ പോലും മനസ്സിലാവില്ല. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പോലും ഒരാളേക്കാൾ വേറൊരാൾ ഉയർന്നതാണോ ദർജ കൂടിയതാണോ എന്ന് മനസ്സിലാവില്ല. സുബ്ഹാനല്ലാഹ്. മൂസാക്ക് മൂസ അലൈഹി ഇസ്ലാമിൻ്റെതായ ദർജ ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടേതായ ദർജയുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരുടെ ഇടയിൽ റാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഡിഫറൻസസ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവരെ കമ്പയർ ചെയ്ത് ഒരാളെ ഡിസ്മിസ് ചെയ്ത് ഒരാൾ കുറഞ്ഞതാണ് ഒരാൾ കൂടിയതാണെന്ന് പറയാനുള്ള അർഹത നമുക്കില്ല. അത് നമ്മൾ വാദപ്രതിവാദങ്ങളിലും വരാൻ പാടില്ല, പ്രത്യേകിച്ച് തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും വരാൻ പാടില്ല. നമ്മൾ സാധാരണ മനുഷ്യന്മാരാണ്, അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. ആരാണ് ബെറ്റർ എന്ന് തീരുമാനിക്കാനുള്ള അർഹത നമുക്കില്ല. ഈവൻ നമ്മളുടെ ഇടയിൽ തന്നെ ആരാണ് ബെറ്റർ എന്ന് തീരുമാനിക്കാൻ നമുക്ക് പറ്റൂല. ഇത് നമ്മൾ അഖീദ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തഖ്വ കുറിച്ച് സംസാരിച്ചപ്പം, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആരാണ് ശ്രേഷ്ഠെന്ന് റബ്ബിനെ അറിയുള്ളൂ. തഖ്വ അനുസരിച്ചാണ് ശ്രേഷ്ഠത നിശ്ചയിക്കുന്നത്. അത് ഹൃദയത്തിലുള്ളതാണ്, അത് റബ്ബിന് മാത്രമേ അറിയുള്ളൂ. അപ്പം പ്രവാചകന്മാരുടെ കാര്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒന്നിനു മേലെ ഒന്നിനെ, ഒരാൾക്ക് മേലെ ഒരാൾക്ക് ദർജകൾ കൊടുക്കുകയും ശ്രേഷ്ഠരാക്കി തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇന്ന ആളാണ് ഇന്ന ആളേക്കാൾ ബെറ്റർ, അല്ലെങ്കിൽ ഇന്ന ആൾ ഇന്നത്തെ കുറവാണെന്ന് പറയാനുള്ള അർഹത നമുക്ക് ഇല്ല. അള്ളാഹ്ക്ക് മാത്രമേ അറിയൂ. അപ്പൊ നമ്മളത് ആക്സെപ്റ്റ് ചെയ്യുക. വറഫഅ ബഅദഹും ദറജാത്ത്, ചിലരെ അവൻ ചിലരേക്കാൾ റാങ്കിൽ ഉയർത്തിയിട്ടുണ്ട്. ചിലർക്ക് അവൻ ചില മുഅ്ജിസത്തുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ, മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ കൊടുത്ത ആൾക്കാരുണ്ട്. ചിലരുടെ മിഷനിൽ ദഅവയിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും പല രീതിയിൽ വ്യത്യസ്തപ്പെടുത്തിയിട്ടുണ്ട്. തുടർന്ന് പറയുന്നു, ആതൈന ഈസ, നാം ഈസാക്ക് നൽകി ഇബ്ന മറിയമിന്റെ മകനായ ഈസാക്ക്. ഖുർആനിൽ പലയിടങ്ങളിലും കൂടുതലും എന്താണ് ഈസാ അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നിടത്തൊക്കെ ഈസബിന് മറിയം എന്ന് പറയുന്നത് കാണാം. മറിയത്തിന്റെ മകൻ എന്തുകൊണ്ടാ പറയുന്നത്? കാരണം അള്ളാഹുവിന്റെ മകനല്ല ഈസ അല്ലെ. അങ്ങനെ ഒരു ധാരണ മറ്റ് ഗ്രൂപ്പുകളിൽ മറ്റു മതസ്ഥരിൽ നടക്കുന്നത് കൊണ്ട് അള്ളാഹു എടുത്തു പറയാണ് ഈ മറിയമിന്റെ മകനാണ് ഈസ. അപ്പൊ അള്ളാഹു ഈസാക്ക് കൊടുത്തു എന്ത്? അൽ ബയ്യിനാത്ത്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ, ദൃഷ്ടാന്തങ്ങൾ. ബയ്യിനാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബയ്യീനയുടെ പ്ലൂരലാണ്. ബയ്യിന നോൻ, വ്യക്തമായിട്ടുള്ള തെളിവുകൾ, ക്ലിയർ ആയിട്ടുള്ള പ്രൂഫ് അല്ലെങ്കിൽ അടയാളം. എന്തെങ്കിലും ഒരു കാര്യം ശരിയാണെന്ന് കാണിക്കുന്ന തെളിവാണ് ബയ്യന എന്ന് പറയുന്നത്. അപ്പം ഈസ അലൈഹിസ്സലാം വ്യക്തമായിട്ടുള്ള തെളിവുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ. എന്ത് തെളിവുകളാണ് കൊടുത്തത്? ഈസ അലൈഹി സ്വലാം പ്രവാചകനാണെന്ന്, റസൂലാണെന്ന് തെളിയിക്കുന്ന രീതിയിലുള്ള തെളിവുകൾ. അപ്പം എന്തായിരുന്നു ഈസ അലൈഹി സ്വലാമിന് കൊടുത്ത തെളിവുകൾ? നിങ്ങൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്, എന്നാലും നമ്മൾ പറഞ്ഞിട്ട് പോകാം. അതായത് ഈസ അലൈഹി സ്വലാം ഒരു കളിമണ്ണ് കൊണ്ട് ഒരു പക്ഷീനെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിലേക്ക് റൂഹിനെ ഊതി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ഇതിനോടുകൂടി, അള്ളാഹുവിന്റെ അനുവാദത്തോടു കൂടി അതിന്
ജീവൻ വെക്കും. സുബ്ഹാനല്ലാഹ്. അതുപോലെ രോഗികൾക്ക് ഷിഫ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, ലെപ്രസ്, അതായത് കുഷ്ഠരോഗം പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച രോഗികൾക്ക് ഷിഫ കൊടുക്കാൻ പറ്റുമല്ലോ. അന്ധന്മാർക്ക് കാഴ്ച കൊടുക്കാനുള്ള കഴിവ് മുഅ്ജിസത്ത് ഈസാ അലൈഹി, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അനുവാദത്തോടു കൂടിയാണ്. അപ്പം ഇതൊക്കെ കാണിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു പ്രവാചകനാണെന്ന് കംപ്ലീറ്റ് തെളിവോട് കൂടി തന്നെ വന്നിട്ടുള്ള അല്ലെ, ബയ്യിനാത്ത് വ്യക്തമായ തെളിവോട് കൂടി തന്നെ വന്നിട്ടുള്ള ഒരു പ്രവാചകനായിരുന്നു ഈസാ അലൈഹിസ്സലാം. ശരിക്കും ഒന്ന് ആലോചിച്ചൊക്കെ, ഒരു അതുപോലെ മരിച്ചുപോയ ഒരു വ്യക്തിക്ക് ജീവൻ തിരിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞാല് അല്ലെ, ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള, അത്ഭുതം തന്നെ പറയാൻ പറ്റുന്ന രീതിയിലുള്ള മുഅ്ജിസത്തുകളാണ് ഈസാ അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. സുബ്ഹാനല്ലാഹ്. ഇതുപോലുള്ള മുഅ്ജിസത്തുകൾ മൂസാ അലൈഹി ഇസ്ലാമിന് അള്ളാഹ് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. നൂഹ് അലൈഹി ഇസ്ലാമിന് ഇല്ല. ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് ഇല്ല അല്ലെ. ഈസാ അലൈഹി ഇസ്ലാമിന് മാത്രം കൊടുത്തിട്ടുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് ദറജയുടെ കാര്യത്തിൽ, അതായത് മുഅ്ജിസത്തുകളുടെ കാര്യത്തിൽ എത്രത്തോളം അള്ളാഹു ദറജ ഉയർത്തി കൊടുത്തു എന്ന് കാണിക്കുന്ന തെളിവുകളാണ് ഇതെല്ലാം. മാത്രമല്ല അയ്യദന എന്ന് പറഞ്ഞാല് സ്ട്രെങ്തൻ ചെയ്തു, ശക്തി കൊടുത്തു. സുബ്ഹാനല്ലാഹ്. ആർക്ക്? ബലപ്പെടുത്തി. ആരെ? ഈസാ അലൈഹി ഇസ്ലാമിനെ. എങ്ങനെ? ബിറൂഹിൽ ഖുദസ്. റൂഹുൽ ഖുദസ് വഴി. റൂഹുൽ ഖുദസ് എന്ന് പറഞ്ഞാല് പരിശുദ്ധം. റൂഹ് ആത്മാവ്, അല്ലെങ്കിൽ എന്താ പറയാ അല്ലെ, നമ്മളുടെ സോൾ എന്ന് പറയും. നഫ്സ്. ഖുദസ് പരിശുദ്ധമായ. അയ്യദ യുഅയ്യിദു തഅയീദ്. ഹംസ യ ദാൽ. അയ്യദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും സഹായിക്കുക, അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയിട്ട്, അവരുടെ കഴിവ് കൂട്ടാൻ വേണ്ടി കൂടെ നിന്ന് കൊടുത്തിട്ട് സ്ട്രെങ്ത് കൊടുക്കുക എന്നൊക്കെ അർത്ഥം. അയ്യദ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. അയ്യദിന നാം ശക്തിപ്പെടുത്തി, ഹു അവനെ, ആരെ? ഈസാ അലൈഹി ഇസ്ലാമിനെ. എന്തുകൊണ്ട്? ബിറൂഹിൽ ഖുദസ്. റൂഹുൽ ഖുദസ് എന്താണ്? റൂഹ് എന്താണ്? റൂഹ് എന്ന് പറഞ്ഞാല് സ്പിരിറ്റ്, ആത്മാവ്, സോൾ എന്ന് പറയാം. റൂഹിന്റെ മറ്റൊരു അർത്ഥം ബീയിങ്. ബീയിങ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം എക്സിസ്റ്റ് ചെയ്യാൻ, നിലനിൽക്കുന്നതിന് റൂഹ് എന്ന് പറയും. ഇനി മൂന്നാമത്തെ ഒരു അർത്ഥം റൂഹിനുള്ളത് റെവലേഷൻ, അതായത് വഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ, ഖുർആൻ പോലെയുള്ള വഹികൾക്ക് റൂഹ് എന്ന് പറയും. അപ്പം സ്പിരിറ്റ്, ആത്മാവ്, അല്ലെങ്കിൽ ബീയിങ് എന്തെങ്കിലും നിലനിൽക്കുന്നതിന്, എക്സിസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ, പ്ലസ് റെവലേഷൻ മൂന്നാമത്തെ അർത്ഥം വഹി. ഓക്കെ, ഇത് മൂന്നും റൂഹിന്റെ അർത്ഥങ്ങളാണ്. ഖുദുസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുദുസ് ഖാഫ് ദാൽ സീൻ. നമ്മൾ നുഖദ്ദിസു എന്നൊക്കെ കണ്ടിട്ടുണ്ട് ഖുർആനിൽ അല്ലെ. അതായത് പരിശുദ്ധപ്പെടുത്തുക എന്നാണ് നുഖദ്ദിസു എന്നുള്ളത്. ഞങ്ങൾ പരിശുദ്ധപ്പെടുത്തി എന്നാണ് അർത്ഥം. ഖുദുസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ, ക്ലീനായ, പ്യോറായ എന്നാണ് അർത്ഥം. അപ്പൊ റൂഹുൽ ഖുദുസ് എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായിട്ടുള്ള ആത്മാവ്. എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഈസാ അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധമായ, പരിശുദ്ധ ആത്മാവിനെ കൊണ്ട് ശക്തിപ്പെടുത്തി അല്ലെങ്കിൽ സഹായിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ചില റിപ്പോർട്ടുകൾ പ്രകാരം ഇതിനർത്ഥം ഈസാ അലൈഹിസ്സലാം സ്വയം ശുദ്ധനായിരുന്നു. ഓക്കെ, അതായത് അശുദ്ധിയോട് ചായ്വില്ലാതെ, ശുദ്ധതയോട് മാത്രം ചായ്വുള്ള, അതായത് അനുസരണക്കേടിനോട് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. ഇന്റേണലി പ്യുവർ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ഈസാ അലൈഹി ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ ഒരു വിശദീകരണം ഉണ്ട്. വേറെ വിശദീകരണം ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് ശ്രദ്ധിക്കാം. അപ്പം ഇന്റേണലി പ്യുവർ ആയിട്ടുള്ള, അതായത് നമുക്കറിയാം ചില ആളുകളിൽ അവർ നാച്ചുറലി ഭയങ്കര നല്ല ആൾക്കാരായിരിക്കും. ഏത് നെഗറ്റീവ് ആയിട്ടുള്ള, എത്ര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള, നിരാശയായിട്ടുള്ള സിറ്റുവേഷനിലും അവർ ഭയങ്കര സ്മൈലിംഗ് ആയിട്ട് പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടാവും. എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള സിറ്റുവേഷനിലും അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലെ. എന്നാൽ വേറെ ചിലരുണ്ടാവും, എന്തെങ്കിലും ഒരു കാരണം തപ്പി നടക്കുകയായിരിക്കും, അപ്സെറ്റ് ആവാൻ വേണ്ടിയിട്ട്, പ്രശ്നമാവാൻ വേണ്ടിയിട്ട്, ദേഷ്യപ്പെടാൻ വേണ്ടിയിട്ട്, സ്ട്രെസ് ആവാൻ വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ ആളുകൾ ഡിഫറെന്റ് നേച്ചേഴ്സ് ഉണ്ട്, ആൾക്കാർക്ക് തന്നെ പല പല നേച്ചേഴ്സ് ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിന് ഇത്തരത്തിലുള്ള ഒരു നേച്ചറാണ് കൊടുത്തത്. ഇങ്ങനെ പ്യുവർ ആയിട്ടുള്ള, ഓക്കെ, വളരെ സദാചാരമായിട്ടുള്ള, നന്മ മാത്രമുള്ള ഒരു നേച്ചറായിരുന്നു ഈസാ അലൈഹി ഇസ്ലാമിന്റെ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആളുകളിലെ എത്ര അദ്ദേഹത്തിനെ എതിർത്തിട്ടും പ്രയാസം ഉണ്ടാക്കിയിട്ടും ഒരിക്കലും ഹാർഷ് ആയിരുന്നില്ല, ഒരിക്കലും റൂഡ് ആയിരുന്നില്ല. വളരെ സ്മൈലിംഗ് ആയിട്ടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഈവൻ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകളെ കുറിച്ച് ഖുർആനിൽ തന്നെ സൂറത്ത് മറിയമിലൊക്കെ പറയുന്നുണ്ട് അല്ലെ. വലം യകുൻ ജബ്ബാറൻ അസിയ. ഞാൻ ജബ്ബാർ ആയിരുന്നില്ല, അസിയ ആയിരുന്നില്ല. ജബ്ബാർ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അല്ലെ പ്രയാസപ്പെടുത്തി പീഡിപ്പിച്ച് ഒരു അധികാര സ്ഥാനത്ത് നിൽക്കുക എന്നുള്ളത്. അസിയ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന് അനുസരണക്കേട് കാണിക്കുന്ന, ഓക്കെ, ഡിസൊബീഡിയന്റ് ആയിട്ടുള്ള, അപ്പം അതൊന്നും ആയിരുന്നില്ല. അപ്പം ഈസാ അലൈഹി ഇസ്ലാം നാച്ചുറലി എന്തായിരുന്നു? നല്ല ഒരു വ്യക്തിയായിരുന്നു. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല അതുവഴി ഈസാ അലൈഹി ഇസ്ലാമിനെ സഹായിച്ചു എന്നാണ് ഒരർത്ഥം എന്ന് പറയുന്നത്. ഇപ്പം ചില ആളുകൾക്ക് സുബ്ഹാനല്ലാഹ്
അവരെ സ്വയം കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അവരുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ ഹൃദയത്തിലെ രോഗങ്ങൾ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമായിരിക്കും. അവർക്ക് അവരുടെ എഫേർട്ടും ടൈമും മുഴുവൻ അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ആയിരിക്കും എടുക്കുന്നത്. അപ്പം സ്ഥിരമായിട്ട് മ്യൂസിക് കേട്ടോണ്ടിരിക്കുന്നവർക്ക് അവർക്ക് കൂടുതൽ സമയം അതിന്റെ മേലെ ചെലവഴിക്കണം അല്ലെ. എന്നെ കൺട്രോൾ ചെയ്യാൻ, എന്റെ പ്രശ്നങ്ങളെ കൺട്രോൾ ചെയ്യാൻ, എന്റെ ഇച്ഛകളെ കൺട്രോൾ ചെയ്യാന്നുള്ള സമയം ചെലവഴിക്കുന്ന ആളുകളുണ്ടാവും. നാവിനെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പ്രയാസമുള്ളവരുണ്ടാവും, അല്ലെങ്കിൽ നെഗറ്റീവ് ചിന്തകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെലവഴിക്കുന്ന ആൾക്കാരുണ്ടാവും. എന്നാൽ വേറെ ചില ആൾക്കാരുണ്ടാവും ഇതുപോലെ ഉള്ളിലുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അതൊക്കെ ഭയങ്കര ഈസി ആക്കി എടുക്കാൻ പറ്റുന്ന, അതൊന്നും വലിയ പ്രശ്നമല്ല അല്ലെ. ഇതുപോലെയുള്ള ഇച്ഛകളായിക്കോട്ടെ, അല്ലെങ്കിൽ സംസാരം ആയിക്കോട്ടെ, ചിന്തകളായിക്കോട്ടെ, ഇനി ചുറ്റുപാട് എന്തെങ്കിലും പ്രശ്നം, അതൊന്നും ബാധിക്കാതെ വളരെ ഈസി ആയിട്ട് കൂളായിട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. സുബ്ഹാനല്ലാഹ്. മോശം വാക്കുകൾ അവരുടെ വായിൽ നിന്ന് വരില്ല, മോശം ചിന്തകൾ അവരുടെ മനസ്സിലുണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഡിഫറെന്റ് നേച്ചറാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൃഷ്ടിപ്പിലുള്ള ഡിഫറൻസ് തന്നെയാണ് അതും. അപ്പം ഈ ഇന്റേണൽ സ്ട്രഗിൾ ഉള്ള ആളുകൾക്ക് അവർക്ക് ഒരുപാട് സമയം അവരുടെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് പുറത്തുള്ള കാര്യങ്ങൾ, എക്സ്റ്റേണൽ കാര്യങ്ങളിൽ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അല്ലെ. അപ്പം ഉള്ളിൽ തൃപ്തനായിട്ടുള്ള ഒരു വ്യക്തിക്ക്, ഒരുപാട് പേഴ്സണൽ ചലഞ്ചസിന്റെ മുകളിൽ വർക്ക് ചെയ്യാനില്ലാത്ത ഒരു വ്യക്തിക്ക് സുബ്ഹാനല്ലാഹ് പുറത്തുള്ള ഒരുപാട് കാര്യങ്ങളെ ശ്രദ്ധിക്കാൻ പറ്റും. വലിയ വലിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ആ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനും പറ്റും. ഈസാ അലൈഹി ഇസ്ലാമിന് വലിയൊരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു അല്ലെ. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിന് ഒരു പ്യുവർ സോൾ, റൂഹുൽ ഖുദ്സ് കൊടുത്ത് സഹായിച്ചു. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് ഒന്നാമത്തെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി വേറൊരു അർത്ഥം റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നത്, ഇവിടെ റൂഹുൽ ഖുദ്സിനെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണെന്ന്, അത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് റൂഹുൽ ഖുദ്സ് കൊണ്ട് റെഫർ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പം റൂഹ് എന്ന് പറഞ്ഞ അർത്ഥം വാക്ക് നമ്മൾ പറഞ്ഞില്ലേ, എന്തെങ്കിലും ഒരു ബീയിങ്, നിലനിൽപ്പുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു. ഖുർആനിൽ പല സ്ഥലങ്ങളിലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിന് വേണ്ടിയിട്ട് റൂഹ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് കാണാം. തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം അല്ലെ. അവിടേക്ക് റൂഹ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനാണ്. അല്ലെങ്കിൽ നസ്സല ബിഹിൽ റൂഹുൽ അമീൻ, ഖുർആൻ കൊണ്ട് വന്നത് ആരാണ്? റൂഹുൽ അമീൻ ആണ്. അപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെയാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈസാ അലൈഹി ഇസ്ലാമിനെ ജിബ്രീൽ അലൈഹി ഇസ്ലാമിലൂടെ അദ്ദേഹത്തിന്റെ ദാവയിലെ മിഷനിൽ സഹായിച്ചു എന്നാണ് അർത്ഥം എന്ന് പറയുന്നുണ്ട്. ഓക്കെ. അപ്പം ജിബ്രീൽ അലൈഹി ഇസ്ലാം ഈസാ അലൈഹി ഇസ്ലാമിനെ സഹായിച്ച സന്ദർഭങ്ങൾ, ഈസാ അലൈഹി ഇസ്ലാമിനെ പിടിച്ച് ആളുകൾ കൊല്ലാൻ ശ്രമിച്ച സമയത്ത് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് വന്നിട്ട് അല്ലെ അള്ളാഹുന്റെ സഹായത്തോടു കൂടി ഉയർത്തി അല്ലെ ആകാശത്തേക്ക് ഉയർത്തിയത്. അപ്പം അതുപോലെ പല സാഹചര്യങ്ങളും ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴിയാണ് ഈസാ അലൈഹി ഇസ്ലാമിന് സ്ട്രെങ്ത് കൊടുത്തത്. പല ചലഞ്ചസ് ഫേസ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈസാ അലൈഹി ഇസ്ലാം. അയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്. അപ്പൊ ആ ഒരു മിഷനിലുടനീളം ഒരുപാട് പ്രയാസങ്ങൾ ബനീ ഇസ്രായേലിന്റെ അടുത്ത് നിന്ന് കിട്ടിയപ്പോഴും ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് ഈസാ അലൈഹി ഇസ്ലാമിനെ സഹായിച്ചത് എന്ന് പറയുന്നു. ഓക്കെ. അപ്പം ആ അർത്ഥത്തിലാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇവിടെ വേറൊരു ക്വസ്റ്റ്യൻ, ഇപ്പൊ ജിബ്രീൽ അലൈഹി ഇസ്ലാം ആണ് റൂഹുൽ ഖുദ്സ് എങ്കിൽ എന്തുകൊണ്ടാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ റൂഹുൽ ഖുദ്സ് എന്ന് വിളിക്കുന്നത്? അതിന് രണ്ട് രീതിയിൽ ഉത്തരങ്ങൾ കാണുന്നുണ്ട്, രണ്ട് രീതിയിൽ റിപ്പോർട്ടുകളുണ്ട്. ഒന്ന്, ജിബ്രീൽ അലൈഹി ഇസ്ലാം നമുക്കറിയാം ഒരു മലക്കാണ് അല്ലെ, മലായിക്കത്തിലെ പെട്ടതാണ്. നമുക്കറിയാം മലായിക്കത്ത് പൊതുവെ അവർ തെറ്റുകളൊന്നും ചെയ്യില്ല, സിമ്പിളാണ്, പ്യുവറാണ് അല്ലെ. അവർ നല്ലത് മാത്രം, നന്മയോട് മാത്രം ചായവുള്ള ആളുകളാണ്. അവർക്ക് തിന്മ ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരണക്കേട് കാണിക്കണം എന്നുള്ള ചിന്ത പോലും ആ ഒരു ഇത് അവരുടെ സിസ്റ്റത്തിലേ ഇല്ലാത്ത ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർ പ്യുവറാണ്, അവരുടെ നേച്ചർ അല്ലെ, ശുദ്ധരാണ്. അതുകൊണ്ടാണ് റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നത് എന്ന് ഒരു ശരിയാണ്. രണ്ടാമത്തെ ഒരു റീസൺ എന്താന്ന് വെച്ചാൽ, ജിബ്രീൽ അലൈഹിസ്സലാം നമ്മൾക്ക് അല്ലെ, നമ്മളെ മനുഷ്യന്മാരെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ശുദ്ധമാക്കാൻ വേണ്ടിയിട്ടുള്ളത് കൊണ്ടുതന്ന ആളാണ് അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വഹി മനുഷ്യരിലേക്ക് എത്തിച്ച ആളാണ്, മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് മനുഷ്യന്മാർക്ക് അല്ലെ ഖുർആൻ കൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മറ്റു ഗ്രന്ഥങ്ങൾ കൊണ്ട് മനുഷ്യർക്ക് സ്വയം ശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള, പ്യൂർ ആക്കാൻ വേണ്ടി ആവശ്യമുള്ള വഹി കൊണ്ടുവന്ന ആളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതുകൊണ്ട് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാമിന് റൂഹുൽ ഖുദ്സ് എന്ന് പറയുന്നത്. മനുഷ്യന്മാരുടെ ഹൃദയം ശുദ്ധമാക്കാൻ, പ്രവർത്തനങ്ങൾ ശുദ്ധമാക്കാൻ സഹായിച്ചത് എന്തോ അതിനെ താഴോട്ട് എത്തിച്ചു തന്ന ആളായത് കൊണ്ടാണ് റൂഹുൽ ഖുദ്സ് എന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ പറയുന്നത് എന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം അയ്യദ്നാഹു ബിറൂഹിൽ ഖുദ്സ്, അവനെ എന്താണ്, പ്യുവർ സ്പിരിറ്റ് കൊണ്ട്, ഇത് പരിശുദ്ധമായ ആത്മാവ് കൊണ്ട് അള്ളാഹു സഹായിച്ചു. ആരെ? ഈസാ അലൈഹി ഇസ്ലാമിനെ. വലൗ ഷാ അല്ലാഹു, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, മാ അല്ല, ഇഖ്തതല
യുദ്ധം ചെയ്യുക. അപ്പം അവര് യുദ്ധം ചെയ്യുമായിരുന്നില്ല, അല്ലെങ്കിൽ തമ്മിൽ ഷണ്ഠ കൂടുമായിരുന്നില്ല. ഖാഫ് ത ലാം. ഖത്ൽ എന്ന് പറഞ്ഞാൽ കൊല്ലുക. ഈ ഖത്തല എന്ന് പറഞ്ഞാല് രണ്ടോ അതിലധികം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലാൻ ശ്രമിക്കുക. ഓക്കെ, ഫൈറ്റ് ചെയ്യുക, യുദ്ധം ചെയ്യുക, അതാണ് ഖത്തല. അപ്പം അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവര് യുദ്ധം ചെയ്യുമായിരുന്നില്ല. ആര് ആര് പരസ്പരം ഫൈറ്റ് ചെയ്യുമായിരുന്നില്ല എന്നാ പറയുന്നത്? അല്ലദീന യാതൊരുവർ മിൻ ബഅദിഹിം, അവർക്ക് ശേഷം വന്ന. ആർക്ക് ശേഷം? ഇപ്പൊ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രവാചകന്മാർ, അല്ലെ, റസൂലുകൾ. അപ്പൊ റസൂലുകൾക്ക് ശേഷം വന്ന ആളുകള് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ എന്താണ്? യുദ്ധം ചെയ്യുമായിരുന്നില്ല. അള്ളാഹു ഓരോ ജനതയ്ക്കും പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട്, അല്ലെ. ഓരോ പ്രവാചകന്മാരും അവരവരുടെ പൊസിഷനിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള സ്പെഷ്യൽ ആയിരുന്നു. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ കണ്ണിലും അവർക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള സ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഓരോരുത്തർ വന്നപ്പോഴും ആളുകൾ അവരിൽ വിശ്വസിച്ചവരും അവരിൽ വിശ്വസിക്കാത്തവരും ഉണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അവര് പോയി കഴിഞ്ഞതിന് ശേഷം ആളുകൾക്ക് എന്താ സംഭവിച്ചത്? ആളുകൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി, അല്ലെ. ഇഷ്ടം പോലെ യുദ്ധങ്ങള് മതത്തിന്റെ പേരിൽ നടക്കാൻ തുടങ്ങി. ഇവൻ ഹിസ്റ്ററിയിലേക്ക് നോക്കിക്കഴിഞ്ഞാലും മതമാണ് എല്ലാ തിന്മയുടെയും റൂട്ട് എന്ന് ആൾക്കാർ പറയാറുണ്ട്, അല്ലെ. സുബ്ഹാനല്ലാഹ്. ആൾക്കാർ മതത്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ചെയ്തിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അതായത് മതം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പറയാ. അത് പക്ഷെ എന്തായാലും സത്യമല്ല. കാരണം ഇന്നത്തെ കാലത്തേക്ക് തന്നെ നോക്കുമ്പോൾ ഇന്ന് ആൾക്കാർ ആരാണ് റിലീജിയസ് ആയിട്ടുള്ളത്, അല്ലെ? ആർക്കാണ് ശരിക്കുള്ള ദീനുള്ളത്? സുബ്ഹാനല്ലാഹ്. എന്നിട്ട് ഇപ്പൊ ദീൻ ഇല്ലാഞ്ഞിട്ട് ഇവിടെ എന്തോ മഹിമ നടക്കുന്നുണ്ടോ ദുനിയാവില്? ഇല്ല, അല്ലെ. പ്രശ്നം തന്നെയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം മതമാണ് എല്ലാത്തിന്റെയും റൂട്ട് എന്നുള്ള ആ ഒരു വർത്താനൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ആൾക്കാര് ഒരുപാട്, അല്ലെ, ഈ പ്രവാചകന്മാരൊക്കെ വന്നു പോയതിനു ശേഷം ഇഷ്ടം പോലെ പ്രശ്നങ്ങള് റിലീജിയനെ ജസ്റ്റ് ഒരു എക്സ്ക്യൂസ് ആക്കിയിട്ട്, ഓക്കെ, ഈ പ്രവാചകന്മാരൊക്കെ വന്നു പോയതിനു ശേഷം റിലീജിയനെ എക്സ്ക്യൂസ് ആക്കിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരുന്നത്? അവരുടെ ഇടയിലുള്ള, അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്ന് പറഞ്ഞാൽ വഴക്കുകൾ, പ്രശ്നങ്ങൾ ഒക്കെ ആവാം. ഒക്കെ അതൊരു വാളും ഇത് പരിചയം എടുത്തിട്ടുള്ള യുദ്ധം തന്നെ ആവണമെന്നില്ല. അവർ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പല രീതിയിൽ ഈ ഖത്താത്തല. ഓക്കെ, അപ്പം എന്തുകൊണ്ടാണ് അവർ യുദ്ധം ചെയ്തത്? അവരുടെ ഇടയിലുള്ള ഡിഫറൻസസ് കാരണം, അഭിപ്രായ വ്യത്യാസങ്ങൾ കാരണം. ചിലര് വിശ്വസിച്ചു, ചിലര് വിശ്വസിച്ചില്ല. ചിലര് പ്രവാചകന്മാരെ പിന്തുടർന്നു, ചിലര് പിന്തുടർന്നില്ല. ഈസാ അലൈഹി ഇസ്ലാമിന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. സുബ്ഹാനല്ലാഹ്. കുറെ ആളുകൾ അദ്ദേഹത്തിൽ വിശ്വസിച്ചിരുന്നു, എന്നാൽ കുറെ ആൾക്കാർ അദ്ദേഹത്തിൽ വിശ്വസിച്ചിട്ടില്ല, അല്ലെ. ഈസാ അലൈഹിസ്സലാം പോയതിനു ശേഷം സുബ്ഹാനല്ലാഹ് അവരിൽ വിശ്വസിച്ച ആളുകൾ, ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകൾ ഇഷ്ടം പോലെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പല കഥകളും അതിനെക്കുറിച്ച് ബൈബിളിലൊക്കെ പറയുന്നുണ്ട്. അല്ല, ക്രിസ്ത്യൻ ഇതിനകത്തൊക്കെ പറയുന്നുണ്ട്. അത് ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചു എന്ന് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ച് വലിയ കുഴിയിൽ തീയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് കൊന്നുകൊല്ലുന്ന രീതികളൊക്കെ അതും ഉണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ഈസാ അലൈഹി ഇസ്ലാമിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, അതായത് വിശ്വസിക്കാത്തവരാണല്ലോ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ചെയ്യുന്നത്. അപ്പം ഈ പ്രവാചകന്മാരൊക്കെ വന്നു പോയതിനു ശേഷം ഒരുപാട് കോൺഫ്ലിക്ട്സ്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്താ ഇതിന്റെ കാരണം? അവർ കൊടുത്ത സന്ദേശം, സത്യം, അല്ലെ, അത് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണോ? അവർ എല്ലാവരും കൊണ്ടുവന്ന സന്ദേശം ബേസിക്കലി ഒന്ന് തന്നെയാണ്, അല്ലെ. അവര് കൊണ്ടുവന്ന സന്ദേശം ക്ലിയർ അല്ലാത്തത് കൊണ്ടാണോ ആളുകൾ ഇങ്ങനെ തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്? ഒരിക്കലും അല്ല, അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്, അതായത് ക്ലിയർ ആയിട്ടുള്ള തെളിവുകൾ വന്നതിന് ശേഷമാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നത്. അപ്പം അവര് കൊണ്ടുവന്ന സന്ദേശം ക്ലിയർ അല്ലാത്തത് കൊണ്ടല്ല, നല്ല കൃത്യമായിട്ടുള്ള തെളിവുകൾ കൊണ്ടുവന്നതിന് ശേഷം ആണ് ഈ യുദ്ധങ്ങൾ നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം സത്യം എന്താണെന്ന് ആൾക്കാർക്ക് അറിയായിരുന്നു, പക്ഷെ അവർക്കത് സ്വീകരിക്കാൻ മനസ്സിലായിരുന്നു, അല്ലെ. സത്യം എന്താണെന്ന് നല്ല എന്താണ് ബയ്യിനാത്ത് എന്ന് പറയുന്നത്, ക്ലിയർ ആയിട്ട് സത്യം കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ ആളുകൾക്ക് അത് സ്വീകരിക്കാൻ തയ്യാറില്ല. ഇപ്പോഴും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, അല്ലെ, നമുക്ക് എല്ലാവർക്കും അറിയാം നമസ്കാരം അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് നമസ്കരിക്കണം. എന്നാലും നമ്മുടെ ഉള്ളിൽ നിന്ന് മടി, അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ഖുർആൻ ഓതണം, അത് മനസ്സിലാക്കണം, പഠിക്കണം, ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം, പക്ഷെ നമുക്ക് വേണ്ട. ഇതൊക്കെ നമുക്ക് സത്യം അറിയാഞ്ഞിട്ടാണ്? അല്ല, അല്ലെ. പല കാര്യങ്ങളും നമുക്ക് സത്യം അറിയാം, പക്ഷെ നമുക്ക് താല്പര്യമില്ല. അതേപോലെ ഹറാമാണെന്ന് പലതും അറിയാം, അല്ലെ. പലിശ ഹറാമാണെന്ന് അറിയാം,
പല കാര്യങ്ങളും ഹറാമാണെന്നറിയാം, പക്ഷെ അത് ചെയ്താലേ നമുക്ക് സമാധാനമാവുള്ളൂ. അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പല റീസൺസ് ആണ്. അപ്പം ഇതിന്റെയൊക്കെ അർത്ഥം സത്യം ക്ലിയർ അല്ലാഞ്ഞിട്ടല്ല, ആളുകൾ സ്വയം തെരഞ്ഞെടുത്തതാണ് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടിയിട്ട്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ വേണ്ടി തെരഞ്ഞെടുത്ത ആളുകളാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എന്ന് പറഞ്ഞല്ലേ, ഒരു ഹദീസ് 1000 ആളുകളിൽ ഒരാൾ മാത്രമേ സ്വർഗത്തിൽ പോവുള്ളൂ, ബാക്കി 999 നരകത്തിലേക്കാണ്. സുബ്ഹാനല്ലാഹ്. കാരണം മെജോറിറ്റി ആളുകൾ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അനുസരണക്കേടാണ് കാണിക്കുന്നത്. അപ്പം ഇത് തന്നെയാണ് സംഭവിച്ചത്. അള്ളാഹു സുബ്ഹാനഹു തആല സത്യം ആളുകൾക്ക് ക്ലിയർ ആക്കി കൊടുത്തു, പക്ഷെ ആൾക്കാർക്ക് അത് സ്വീകരിക്കേണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം അതിന്റെ റിസൾട്ട് ആയിട്ട് പല 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 പ്രശ്നങ്ങൾ ഹിസ്റ്ററിയിൽ നമ്മൾ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പലതും ദീനിന്റെ പേരിലാണ് ഉണ്ടായിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് എന്താ സംഭവിച്ചത്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യം ക്ലിയർ ആക്കി തന്നെയല്ലേ പറഞ്ഞത്? ശരിക്കും ക്ലിയർ ആയിരുന്നു. അബൂജഹലിന് അറിയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനാണെന്ന്, അബൂലഹബിന് അറിയായിരുന്നു പ്രവാചകനാണെന്ന്, പക്ഷെ അവർക്ക് സ്വീകരിക്കാൻ മനസ്സില്ലായിരുന്നു. അതുകൊണ്ട് അവര് വിശ്വാസികളെ പീഡിപ്പിച്ചു. സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹ് പറയാണ്, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ആൾക്കാരെ ഫൈറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാൻ പറ്റുമായിരുന്നു. ഓക്കെ, സത്യം ക്ലിയർ ആക്കിയതിനു ശേഷം ആൾക്കാരെ സ്നേഹത്തോടു കൂടി പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ജീവിപ്പിക്കാതിരിക്കാൻ അള്ളാഹ്ക്ക് പറ്റുമായിരുന്നു. അതായത് അവരെ ഫൈറ്റ് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരെ സത്യം സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട്, അല്ലെ, സത്യം ഫോഴ്സ്ഫുള്ളി സ്വീകരിപ്പിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ആൾക്കാർ ഫൈറ്റ് ചെയ്യുന്നത്? അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെ. ആൾക്കാർ യുണൈറ്റഡ് ആണെന്നുണ്ടെങ്കിൽ, അല്ലെ, എല്ലാവർക്കും ഒരേ വിശ്വാസവും ഒരേ അഭിപ്രായം ആണെങ്കിൽ യുദ്ധങ്ങളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു. അള്ളാഹ്ക്ക് അതുപോലെ എല്ലാവർക്കും ആ സത്യം എല്ലാവരുടെ മേലും അടിച്ചേൽപ്പിച്ച് എല്ലാവരെ കൊണ്ടും സ്വീകരിപ്പിക്കുകയും ചെയ്യായിരുന്നു. അള്ളാഹ്ക്ക് അതിനുള്ള കഴിവൊക്കെ ഉണ്ട്, അല്ലെ. ആൾക്കാർക്ക് ഒരു ചോയ്സും കൊടുക്കാതെ, ഈവൻ ഒരാൾ പോലും അള്ളാഹുവിനെ അനുസരണക്കേട് കാണിച്ചു കഴിഞ്ഞാൽ അയാൾ അപ്പം ഭൂമി പളർത്തിയതിന്റെ താഴോട്ട് അങ്ങോട്ട് ഇറക്കി ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ അയാളുടെ മൂക്ക് അങ്ങോട്ട് നീളം കൂട്ടി നിലത്ത് ഇങ്ങനെ കിടന്ന് ചുരുളുന്ന പോലെ നീട്ടുക മൂക്ക്. അതായത് ശിക്ഷ അപ്പം കൊടുക്കുക അള്ളാഹു. അങ്ങനെയാണെങ്കിൽ ആരും അനുസരണക്കേട് കാണിക്കില്ലായിരുന്നു, അല്ലെ. സുബ്ഹാനല്ലാഹ്. അപ്പം അള്ളാഹ്ക്ക് അത് ചെയ്യായിരുന്നു, പക്ഷേ അള്ളാഹ് ഫോഴ്സ് ചെയ്തില്ല. അള്ളാഹിന്റെ വഴി ഇതാണ്. എന്ത്? അള്ളാഹ് സത്യം മെസ്സഞ്ചേഴ്സിലൂടെ, അല്ലെ, പ്രവാചകന്മാരിലൂടെ അയച്ചു, ക്ലിയർ ആക്കി, ബയ്യനാത്ത തെളിവുകളൊക്കെ കൊടുത്ത് അതിനെ ശക്തമാക്കി, ക്ലിയർ ആക്കി, എന്നിട്ട് ചോയ്സ് മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തു. സുബ്ഹാനല്ലാഹ്. അപ്പം നമ്മളാണ് തീരുമാനിക്കേണ്ടത്, അള്ളാഹു ഈ തന്ന സത്യം സ്വീകരിക്കണോ വേണ്ടേ, ഇത് മനസ്സിലാക്കണോ വേണ്ടേ, ഇതിനനുസരിച്ച് ജീവിക്കണോ വേണ്ടേ. അള്ളാഹു ക്ലിയർ ആക്കിയിട്ടുണ്ട്, അല്ലെ. അള്ളാഹു ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാരിലൂടെ അള്ളാഹുവിന്റെ സത്യം സന്ദേശം വ്യക്തമാക്കി കൊടുക്കുകയും അത് മനുഷ്യന്മാർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും, അല്ലെ, അവരുടെ ഫോളോവേഴ്സ് വഴി അത് ഓരോ ജനതയ്ക്കും മനസ്സിലാക്കി കൊടുക്കുകയും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് മനുഷ്യന്മാർക്ക് വിട്ടുകൊടുത്തു, അതിന് അനുസരിക്കണോ ആക്സെപ്റ്റ് ചെയ്യണോ എന്നുള്ള ആ ഒരു ചോയ്സ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അവസാനം അള്ളാഹു വിധി നിർണയ ദിവസത്തിൽ ആളുകൾ എങ്ങനെ പ്രതികരിച്ചു അതിനനുസരിച്ച് അള്ളാഹു പ്രതിഫലവും കൊടുക്കും. വലൗ ശാഅ അല്ലാഹു മഖതതല അല്ലദീന മിൻ ബഅദിഹിം മിൻ ബഅദി മാ ജാഅത്ഹുമുൽ ബയ്യിനാത്ത്. അള്ളാഹു ആളുകൾക്ക് ഫ്രീഡം കൊടുത്തു, അല്ലെ. അപ്പം എന്ത് സംഭവിച്ചു? വലാകിൻ, പക്ഷേ, ഇഖ്തലഫു, അവരെന്തായി? ഭിന്നിപ്പിലായി, അഭിപ്രായ ഭിന്നിപ്പിലായി. ഖ ലാം ഫ, പരസ്പരം ഭിന്നിപ്പിലായി. ഫമിൻഹും, അവരിൽ നിന്ന്, മൻ ആമന, വിശ്വസിച്ചവരുണ്ട്. വമിൻഹും, അവരിൽ നിന്ന്, മൻ കഫറ, അവിശ്വസിച്ചവരുമുണ്ട്. ഓക്കെ, ആളുകൾ വ്യത്യസ്ത കാര്യങ്ങൾ. അതായത് സത്യം അള്ളാഹു ക്ലിയർ ആക്കിയിട്ടുണ്ട്, പ്രവാചകന്മാർ മുഖേന കറക്റ്റ് ആയിട്ട് ക്ലിയർ ആക്കിയിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു തആല കൊടുത്തിട്ടുള്ളത്. പക്ഷേ അവരിൽ നിന്ന് ആളുകൾ വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഉണ്ടായി. അവർക്ക് സ്വയം ചോയ്സ് കൊടുത്തിരുന്നു അള്ളാഹു. അതുകൊണ്ട് കുറച്ചാൾക്കാർ വിശ്വസിച്ചു, കുറച്ചാൾക്കാർ അവിശ്വസിച്ചു. വലൗ ശാഅ അള്ളാഹു, അള്ളാഹു വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ്, എന്താ? അതായത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ മഖതതലു, അവർ ഫൈറ്റ് ചെയ്യുമായിരുന്നില്ല, ശണ്ട കൂടുമായിരുന്നില്ല. അതായത് വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഉണ്ടായിരുന്നപ്പോഴും. ഓക്കെ, ആദ്യം അള്ളാഹു ചോയ്സ് കൊടുത്തു, സത്യമൊക്കെ ക്ലിയർ ആക്കി അള്ളാഹു ചോയ്സ് കൊടുത്തു, അള്ളാഹ്ക്ക് അവരെ ഫൈറ്റ് ചെയ്യിക്കാതിരിക്കായിരുന്നു. പക്ഷെ ഇനി വിശ്വസിച്ചവരും അവിശ്വസിച്ചവരും ഉള്ളപ്പോ പോലും അള്ളാഹ്ക്ക് എന്ത് ചെയ്യായിരുന്നു? അവരെ ഫൈറ്റ് ചെയ്യിക്കാതിരിക്കായിരുന്നു. അള്ളാഹ്ക്ക് അതിനും പറ്റും. അവര് തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോ പോലും അവരെ ഫൈറ്റ് ചെയ്യിക്കാതിരിക്കുക, അവരെ തമ്മിൽ എന്താണ്, ടോളറൻസോട് കൂടി, സഹിഷ്ണുതയോട് കൂടി ജീവിപ്പിക്കാൻ പറ്റുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പം ചില സ്ഥലങ്ങളിലൊക്കെ
ചിലര് മുസ്ലിമായി മാറിയിട്ടുണ്ടാവും. ആ മുസ്ലിം വീടുകളിൽ മുസ്ലിമായി മാറിയ ചിലപ്പം ഒരു മോളോ ഒരു മോനോ ഒക്കെ ആയിരിക്കും മാറിയിട്ടുണ്ടാവുക. അപ്പം വീട്ടുകാർ വരും, നിനക്ക് നിന്റെ ഇഷ്ടം, നിന്റെ വഴി നീ തെരഞ്ഞെടുത്തതല്ലേ, നീ അതിനനുസരിച്ച് ജീവിച്ചോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ബാക്കി കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്ന സാഹചര്യങ്ങൾ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവാറുണ്ട്. എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങളാണ്. ഈവൻ ഒരു മുസ്ലിം വീട്ടിൽ ശരിക്കും പ്രോപ്പർ മുസ്ലിമായിട്ട് ജീവിക്കാൻ വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരുണ്ട് അല്ലെ. തട്ടിട്ട് കഴിഞ്ഞാൽ, പർദ്ദ ഇട്ട് കഴിഞ്ഞാൽ, ഒരു ചെറിയ പെൺകുട്ടി വന്ന് പറഞ്ഞു, കോളേജിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന്, ഞാൻ പർദ്ദയാക്കി ഇട്ട, പക്ഷെ എന്റെ ഉമ്മ എന്നോട് മിണ്ടുന്നില്ല, ഉമ്മ പറയാ നീ ഇത് വേണ്ട. സുബ്ഹാനല്ലാഹ്, വലിയൊരു പ്രശ്നമായിട്ട് പറയല്ല, ഞാൻ പറയാണ്. അതായത് മുസ്ലിം വീടുകളിൽ പോലും ഒരു ഇസ്ലാമായിട്ട് ജീവിക്കാൻ പ്രയാസമുണ്ടാകും, എന്നാൽ ഒരു അമുസ്ലിം വീട്ടിൽ മുസ്ലിമായി ജീവിക്കാൻ എളുപ്പമുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു തആലയാണ് എന്ത് അഭിപ്രായ വ്യത്യാസമുള്ളപ്പം ഒന്നിച്ച് രഞ്ജിപ്പോട് കൂടി ജീവിക്കാനും വിടാനും അള്ളാഹ്ക്ക് കഴിയും അല്ലെ. അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിപ്പിക്കാനും അള്ളാഹ്ക്ക് കഴിയും. സുബ്ഹാനല്ലാഹ്. പക്ഷേ എന്താണ്, അള്ളാഹു എന്ത് ചെയ്തു, അത് ഫ്രീ ആക്കി വിട്ടുകൊടുത്തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. വലാകിൻ അവരെ ഫൈറ്റ് ചെയ്യിപ്പിക്കാതിരിക്കാൻ അള്ളാഹ്ക്ക് പറ്റിയിട്ടും അള്ളാഹു അത് തടഞ്ഞില്ല. വലാകിൻ അള്ളാഹ, പക്ഷെ അള്ളാഹു യഫ്അലു, അവൻ ചെയ്യുന്നു, മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത്. യുരീദ് ഇറാദയിൽ നിന്നാണ് റാ ദാൽ വാവ് നിയത്ത്, ഉദ്ദേശം. ഓക്കെ, അപ്പം അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നു. അപ്പം ഇതുവരെ എന്തൊക്കെ സംഭവിച്ചോ അല്ലെ, എന്തൊക്കെ ഫൈറ്റുകൾ, എന്തൊക്കെ യുദ്ധങ്ങൾ, എന്തൊക്കെ ഷണ്ടകൾ, എന്തൊക്കെ കലവിലകൾ സംഭവിച്ചോ, അതെല്ലാം അള്ളാഹുവിന്റെ ഇതിനോട് കൂടെ, അള്ളാഹുവിന്റെ അനുവാദത്തോട് കൂടിയാണ്. അള്ളാഹു ഉദ്ദേശിച്ചതാണ് ചെയ്തത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ കഴിഞ്ഞ ആയത്തില് താലൂത്തിന്റെയും ജാലൂത്തിന്റെയും യുദ്ധത്തിന്റെ കാര്യമാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അല്ലെ. ബനൂ ഇസ്രായേൽ എങ്ങനെയായിരുന്നു പീഡിപ്പിക്കപ്പെട്ടത്, അപ്പം എങ്ങനെയാണ് അവർ അതിന് പ്രതികാരം എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്, അള്ളാഹു സുബ്ഹാനഹു തആല അവർക്ക് എങ്ങനെയാണ് സഹായം കൊടുത്തതെന്ന് ആ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ ഒരു സംഭവ കഥയിൽ പറയുന്നതായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. നമ്മള് ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാലും ഇതുപോലെ ഒരുപാട് യുദ്ധങ്ങൾ കാണാം. ഇവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ എടുത്തു കഴിഞ്ഞാലും ഒരു ഫസ്റ്റ് ഹാഫിൽ കുറേ പീഡനങ്ങളും മുശ്രിക്കുകൾ വഴി വിശ്വാസികൾക്ക് ഉണ്ടായതും സെക്കൻഡ് ഹാഫിൽ കുറേ യുദ്ധങ്ങളും നമുക്ക് കാണാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പം ഇതൊക്കെ കാണുമ്പോൾ എന്താ, ഈ ഇസ്ലാമിക ചരിത്രം എന്ന് പറഞ്ഞാൽ വെറും യുദ്ധമാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് അല്ലെ. സുബ്ഹാനല്ലാഹ്. യുദ്ധമല്ലാത്തതൊന്നും നടന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സുബ്ഹാനല്ലാഹ്. ശരിയാണ്, ഒരുപാട് വേറെ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷെ യുദ്ധങ്ങൾ നമ്മൾ അത്രയും ഡിസ്റ്റർബ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളുടെ ഹൃദയത്തിൽ അത് തങ്ങി നിൽക്കുന്നത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, ആളുകൾ പരസ്പരം യുദ്ധം ചെയ്തുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ്, മതത്തിന്റെ പേരിലും പല രീതിയിലും ശണ്ട കൂടിയിരുന്നത് എന്തുകൊണ്ടാണ്, അവരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഉള്ളത് കൊണ്ടാണ്. ആൻഡ് ആ അഭിപ്രായ വ്യത്യാസങ്ങൾ അള്ളാഹു അനുവദിച്ചതാണ്. അവരുടെ ഇടയിൽ ഭിന്നിപ്പ് ഉണ്ടാവാൻ അള്ളാഹു അനുവദിച്ചതാണ്. എന്തുകൊണ്ടാണ് അള്ളാഹു അനുവദിച്ചത്? ജീവിതം ഒരു ടെസ്റ്റ് ആണ്. ആരാണ് ആ അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞതിനനുസരിച്ച് സത്യം സ്വീകരിച്ച് ജീവിക്കുന്ന ആളുകൾ. കാരണം അഭിപ്രായ വ്യത്യാസം ഉള്ളപ്പോഴും ഖുർആൻ കൊടുത്ത ഒരു ഡയറക്ഷൻ ഉണ്ടാവും അല്ലെ, എന്താ ചെയ്യേണ്ടതെന്ന്. അതനുസരിച്ച് ആരാണ് ജീവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം ജീവിതം ഒരു ടെസ്റ്റാണ്. അപ്പൊ അള്ളാഹു അവൻ ഉദ്ദേശിച്ചു കൊണ്ട് തന്നെ വിട്ടേച്ചതാണ് ഈ ഒരു കാര്യം. അവന് ഫൈറ്റ് ഇല്ലാണ്ടും ശണ്ട കൂടാണ്ടും ഒക്കെ വിടായിരുന്നു, പക്ഷെ അവൻ അതിനൊക്കെ അനുവദിച്ചു. എന്തുകൊണ്ടാണ്? ഇതൊരു ടെസ്റ്റാണ്. സുബ്ഹാനല്ലാഹ്. കാരണം നമ്മൾ ആരുമായിട്ട് ഒരു പ്രശ്നവും ഇല്ലാണ്ട് അല്ലെ, ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാണ്ട് എല്ലാവരുമായിട്ട് ഓക്കെ നല്ല ഹാപ്പി ആയിട്ട് പോവുകയാണെങ്കിൽ, സുബ്ഹാനല്ലാഹ്, ലൈഫിൽ ഒരു ചലഞ്ചും ഉണ്ടായിരുന്നില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാവില്ല എന്നാണ്. ഒന്നാമത് ജീവിതം ഭയങ്കര ബോറാവുമായിരുന്നു. സുബ്ഹാനല്ലാഹ്. എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മളെ മനസ്സ് ഉപയോഗിക്കുന്നത്, നമ്മൾ എന്താണ് അതിന് പരിഹാരം കാണേണ്ടത് എന്ന് നമ്മൾ നോക്കുന്നത്, അള്ളാഹുവിലേക്ക് നമ്മൾ മടങ്ങുന്നത്, ഖുർആനിൽ നമ്മൾ പരിഹാരം തേടുന്നത് അല്ലെ. ഭയങ്കര ഹാപ്പി ആയിട്ട് എല്ലാവരും നമ്മളെ സ്വീകരിച്ച് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും തൃപ്തിയായി എല്ലാവരും നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്ത് നമ്മൾ ജീവിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യം തന്നെ വരില്ലായിരുന്നു അല്ലെ. ഖുർആനിലേക്ക് മടങ്ങാൻ, അള്ളാഹുലേക്ക് മടങ്ങാൻ, സൊല്യൂഷൻ തേടേണ്ട ആവശ്യമേ ഉണ്ടാവില്ലായിരുന്നു. അപ്പം അള്ളാഹു അനുവദിച്ചിട്ടുള്ളതാണ് എന്ത്, ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ, ചാലഞ്ചസ് അല്ലെ. സുബ്ഹാനല്ലാഹ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളുടെ ഏറ്റവും ബെസ്റ്റ് പുറത്തേക്ക് വരും, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും വേഴ്സ്റ്റിലെ മോശപ്പെട്ട ഭാഗം പുറത്തേക്ക് വരും. സുബ്ഹാനല്ലാഹ്. അപ്പം ജീവിതം ഒരു ടെസ്റ്റാണ്. അള്ളാഹു നമ്മൾ ഓരോ സിറ്റുവേഷനിലും എന്താണ് ചെയ്യുന്നതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് പലരുമായിട്ടും കോൺഫ്ലിക്ട്സ് ഉണ്ട് അല്ലെ. നമ്മളെ വീട്ടിനകത്തുണ്ട്, ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയിലുണ്ട്, കുട്ടികളുടെ ഇടയിലുണ്ട്, മാതാപിതാക്കളുടെ മക്കളുടെ ഇടയിലുണ്ട്, പിന്നെ ഇൻലോസിന്റെ ഇടയിലുണ്ടാവും അല്ലെ, മരുമക്കളും അമ്മായിമ്മമാരും തമ്മിലുണ്ടാവും.
അതല്ലെങ്കിൽ ബന്ധുക്കൾ തമ്മിലുണ്ടാവും അല്ലെ, ജോലി സ്ഥലത്തുണ്ടാവും, സ്കൂളിലുണ്ടാവും, സ്ട്രീറ്റിലുണ്ടാവും, അപരിചിതരുടെ ഇടയിലുണ്ടാവും, അപരിചിതരായ യാത്രക്കാരുടെ ഇടയിലുണ്ടാവും, ഫ്രണ്ട്സിന്റെ ഇടയിലുണ്ടാവും, ഈവൻ നമ്മൾ ദീനിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവരുടെ ഇടയിലും ഉണ്ടാവും അല്ലെ. നമ്മൾ ഒരുപാട് നമ്മുടെ ചുറ്റുപാടും കാണുന്നതാണ് സുബ്ഹാനല്ലാഹ്. അപ്പം കോൺഫ്ലിക്ട്സ്, ഡിഫറൻസസ് അള്ളാഹു അനുവദിച്ചത്, അള്ളാഹു ഒരു ടെസ്റ്റ് ആയിട്ട് തന്നിട്ടുള്ളതാണ്. എന്തിനു വേണ്ടി? നമ്മൾ ഓരോ സാഹചര്യത്തിലും എന്താണ് ചെയ്യുന്നത് എന്ന് കാണാൻ വേണ്ടിയിട്ട്. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഈ കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ലാണ്ട്, ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമ്മളെ ജീവിതത്തിനെ സ്മൂത്ത് ആക്കി വിടായിരുന്നു. പക്ഷെ അള്ളാഹു മനഃപൂർവ്വം ഈ കോൺഫ്ലിക്റ്റുകളെ, പ്രശ്നങ്ങളെ എക്സിസ്റ്റ് ചെയ്യിപ്പിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. എന്തിനു വേണ്ടി? ഒരു ടെസ്റ്റ്, നമ്മളെ ടെസ്റ്റ് ഫേസ് ചെയ്യിക്കാൻ വേണ്ടി. സുബ്ഹാനല്ലാഹ്. പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട് അല്ലെ, എന്താ എന്റെ ജീവിതം ഇങ്ങനെ അല്ലെ, ബാക്കിയുള്ളവരൊക്കെ എന്താ ഹാപ്പി ആയിട്ടാണ്, എന്താ എന്റെ വീട്ടിൽ മാത്രം ഇങ്ങനെ പ്രശ്നങ്ങൾ, എന്താ എനിക്ക് മാത്രം പെർഫെക്റ്റ് ദാമ്പത്യ ജീവിതം ഇല്ലാത്തത്, എന്താ എന്റെ ഭർത്താവ് മാത്രം എന്നോട് എപ്പോഴും പ്രശ്നം, ബാക്കിയുള്ളവരൊക്കെ ഹാപ്പിയാണ്, എന്താ എന്റെ മക്കൾ എന്നോട് ഇത്ര ഇങ്ങനെ പ്രശ്നം, സുബ്ഹാനല്ലാഹ്. എന്താ എന്റെ മക്കൾ ഞാൻ പറഞ്ഞിട്ട് കേൾക്കാത്തത്, സുബ്ഹാനല്ലാഹ്. എന്താ എന്റെ ഉമ്മയും അപ്പയും എന്നെ മനസ്സിലാക്കാത്തത്, എന്തുകൊണ്ടാണ് എനിക്ക് മാത്രം ഇത്രയും പ്രശ്നങ്ങൾ, എനിക്ക് എന്താ ലൈഫിൽ ഹാപ്പി ഇല്ലാത്തത്, ഓക്കെ അല്ലാത്തത്. നമ്മൾ ചിന്തിക്കാറുണ്ട് അല്ലെ, പലരും പല സിറ്റുവേഷനിലും ചിന്തിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്തുകൊണ്ട് എനിക്ക് ഓക്കെ ആയിട്ടൊരു ജീവിതം ഇല്ല, എന്തുകൊണ്ട് എനിക്ക് എപ്പോഴും ആർഗ്യുമെന്റ്, ഫൈറ്റും കാര്യങ്ങളും നടക്കുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊരു ടെസ്റ്റാണ്. നമ്മൾ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ പ്രതികരിക്കുന്നു നോക്കിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ മാർക്ക് ഇട്ടുകൊണ്ടിരിക്കുക. ഈ സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ പ്രതികരിക്കണം എന്ന് പഠിച്ചിട്ട് അത് അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് അള്ളാഹ് നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കാ പഠിക്കാനൊക്കെ സമയല്ലേ? നമ്മളെ പ്രശ്നങ്ങൾ ഒരു വഴിക്ക് നടക്കുന്നു, നമ്മൾ വേറൊരു വഴിക്ക് നടക്കുന്നു. അള്ളാഹ് പഠിപ്പിച്ച രീതി പഠിക്കാനോ അത് പ്രാക്ടീസ് ചെയ്യാനോ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാനോ അള്ളാഹ് മാർക്ക് ഇടണോ നോക്കാനോ ഒന്നും നമുക്ക് സമയമില്ല അല്ലെ. നമ്മൾ അങ്ങനെ പ്രശ്നങ്ങളെ കുറിച്ച് പരാതികളും പറഞ്ഞ പ്രശ്നങ്ങളുടെ കൂടെ ജീവിച്ചു പോവുക. ഫിക്സ് ചെയ്യാൻ നമുക്ക് താല്പര്യമില്ല, നമ്മുടെ പ്രശ്നങ്ങളെ കണ്ടുപിടിക്കാൻ നമുക്ക് താല്പര്യമില്ല, നമ്മുടെ കുറവുകൾ കണ്ടുപിടിക്കാൻ നമുക്ക് താല്പര്യമില്ല. നമ്മൾ വിശ്വസിക്കുകയാണ് നമ്മൾ ഓൾ പെർഫെക്റ്റ് ആണ്, നമ്മൾ ഓൾ ഫൈൻ ആണ്, നമ്മുടെ ചുറ്റുപാടുമുള്ളവരാണ് പ്രശ്നക്കാർ, അവര് തിരുത്തി കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നമൊക്കെ മാറും. സുബ്ഹാനല്ലാഹ്. അള്ളാഹു ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക്, ഈ പ്രശ്നങ്ങളൊക്കെ അള്ളാഹു അനുവദിച്ചിട്ടുള്ളത് ടെസ്റ്റാണ്. എങ്ങനെയാണ് നമ്മൾ പെരുമാറുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്ത് ചെയ്യും ഓരോ സാഹചര്യത്തിൽ നിന്ന് എന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഈ സിറ്റുവേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. ലൈഫിൽ ഒരു കോൺസ്റ്റന്റ് റിമൈൻഡറും കൂടിയാണ്. എന്താണ്? ജീവിതം ടെമ്പററി ആണ് അല്ലെ. ഇതൊരു പരീക്ഷ കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു സ്ഥലം മാത്രമാണ്, പരീക്ഷ എഴുതാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ഇത്. സുബ്ഹാനല്ലാഹ്. അത് അള്ളാഹു ഓർമ്മിപ്പിക്കുകയാണ് ഈ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും. എന്നാൽ നമ്മളോ പ്രശ്നങ്ങളിൽ കുടുങ്ങിക്കിടന്ന് പരാതികൾ പറഞ്ഞ് അവരെ കുറ്റം പറഞ്ഞ് ഇവരെ കുറ്റം പറഞ്ഞ്, സുബ്ഹാനല്ലാഹ്, നമുക്ക് ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിച്ച് അത് അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോയി അടുത്ത പ്രശ്നം ഫേസ് ചെയ്ത് അതിന്റെ സൊല്യൂഷൻ കണ്ടുപിടിച്ച് മുന്നോട്ട് പോകലാണ് നമുക്ക് വേണ്ടതെന്ന് ചിന്തിക്കാതെ ഈ പ്രശ്നവും മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞുകൊണ്ട് നമ്മൾ അങ്ങനെ ജീവിതം തള്ളി നിൽക്കുകയാണ്. അപ്പം മനസ്സിലാക്കുക, ഇത് അള്ളാഹ് മനഃപൂർവ്വം ഒരു പ്ലോട്ട് ഇട്ട് വെച്ചിട്ട് ഒരു സ്റ്റേജും സെറ്റ് ചെയ്തിട്ട് അള്ളാഹ് ഇങ്ങനെ നോക്കിയിരിക്കുക, എന്ത് ചെയ്യുന്നു ഞാനൊന്ന് കാണട്ടെ. സുബ്ഹാനല്ലാഹ് അല്ലെ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാഹു നമ്മളെല്ലാവരെയും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അവൻ തന്ന പരിഹാര മാർഗങ്ങൾ ഖുർആനിൽ നിന്ന് മനസ്സിലാക്കി അത് ഉപയോഗിച്ച് അത് പ്രയോഗിച്ച് ഏറ്റവും ഹൈറായ രീതിയിൽ, അഫ്ളായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഖുർആനെ മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അപ്രകാരം വിജയിച്ചവരായിട്ട് ഖൽബും സലീമോട് കൂടി അവനിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദലുൻ ഫിയ ഖദാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക സമ്മൈത ബിഹി നഫ്സക ഔ അൻസൽതഹു ഫി കിതാബിക أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. اللهم إني أعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ربنا اغفر لنا ولوالدينا وللمؤمنين يوم يقوم الحساب. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات الأحياء منهم والأموات. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.
أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين فاستغفره إنه هو الغفور الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.